വെഹിക്കിൾസ്, ഫൈറ്റോകെമിസ്ട്രി, ലെജിസ്ലേഷൻ, പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഫാർമക്കോണമി. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക് ഏതാണ്? വെഹിക്കിൾസ്. സോ വെഹിക്കിൾസിലേക്ക് മൂവ് ചെയ്യാണ്. എന്താണ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ വെഹിക്കിൾസ്? പറയൂ, എന്താണ് വെഹിക്കിൾസ്? എന്തിനാണ് ഹോമിയോപ്പതിയിൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്? എന്താ വെഹിക്കിൾസ്? ഒരു മീഡിയ പോലെ മെഡിസിൻ. നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ കുറിച്ച് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറാപ്യൂട്ടിക്കലി ഇനർട്ട്, അതായത് അതിനൊരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ മെഡിസിൻസ് നമ്മൾ വെഹിക്കിൾസിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദേ ആർ തെറാപ്യൂട്ടിക്കലി ഇനർട്ട്, ദാറ്റ് ഈസ് ദേ ആർ ഹാവിങ് നോ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് ഓൺ. അതുപോലെ തന്നെ കെമിക്കലി നമ്മൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് അതിലേക്ക് മിക്സ് ചെയ്താലും ആ ഡ്രഗ് സബ്സ്റ്റൻസുമായിട്ട് മിക്സപ്പ് ആയിട്ട് അതെന്താണ്, ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെഹിക്കിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണോ ആ വെഹിക്കിൾ ഈ നമ്മൾ ആഡ് ചെയ്ത ഡ്രഗിന്റെ കൂടി മെഡിസിനൽ പ്രോപ്പർട്ടീസ് അത് വലിച്ചെടുത്ത് നമ്മുടെ ആ ഡ്രഗിന്റെ ഒരു എഫക്റ്റിനെ കൂട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഡ്രഗിന്റെ പ്രിസർവേഷന് കൂടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് വെഹിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. വെഹിക്കിൾസ് ആർ ദ മെറ്റീരിയൽ ഏജൻസ് വിച്ച് ആർ തെറാപ്യൂട്ടിക്കലി ഇനർട്ട്. അതുപോലെ വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളത്? ദേ ആർ കെമിക്കലി നോൺ റിയാക്റ്റീവ് വിത്ത് ദ ഡ്രഗ് സബ്സ്റ്റൻസ്. ഓൾസോ they are a media for extraction of the properties of the drug, and also they are used for the preservation of the drug. നമ്മൾ ഡ്രഗ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ലാക്കസീസിനെ പ്രിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാക്കസീസിനെ കളക്ട് ചെയ്യുന്ന ഒരു വെഹിക്കിൾ നമ്മൾ പഠിച്ചു. ഏതാണ്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ലാക്കസീസ് നമ്മൾ ഏതിലാ കളക്ട് ചെയ്യുന്നത്? പറയൂ. ആനിമൽ കിങ്ഡം. ഏതാണ്? ലാക്കസീസ് ഈസ് കളക്റ്റഡ് ഇൻ ഏത് വെഹിക്കിളിലാണ് ലാക്കസീസ് കളക്ട് ചെയ്യുന്നത്? യെസ്, ഷുഗർ ഓഫ് മിൽക്കിലാണ് നമ്മൾ ലാക്കസീസിനെ കളക്ട് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നത് കൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ അനിമൽ കിങ്ഡത്തിൽ പ്രത്യേകിച്ച് വെനംസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണ്? വെനംസ്, സ്നേക്ക് പോയിസൺസ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള വെനംസും അനിമൽ കിങ്ഡത്തിൽ നിന്ന് എടുക്കുന്ന വെനംസും നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണ്? ഏത് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്? ഇതും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണേ. ഏതാണ്? പറയൂ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതല്ലേ? പറയൂ, നിങ്ങൾ ആരെങ്കിലും പറയൂ. ഗ്ലിസറിൻ. ഓർക്കുന്നില്ലേ? ഗ്ലിസറിനിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ വെനംസ് അതുപോലെ തന്നെ പോയിസൺസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്ന വെഹിക്കിളിലാണ്. അതൊരു ലിക്വിഡ് വെഹിക്കിളാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. വെഹിക്കിൾസ് ആർ ദ, ഇതാണ് വെഹിക്കിൾസിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദേ ആർ ദ തെറാപ്യൂട്ടിക്കലി ഇനർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ദേ ആർ നോൺ റിയാക്റ്റീവ് വിത്ത് എ ഡ്രഗ് സബ്സ്റ്റൻസ്. ഓൾസോ ദേ ആർ എ മീഡിയ ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡ്രഗ്. നമ്മൾ ഇതിലേക്ക് ഒരു വെഹിക്കിളിലേക്ക് നമ്മൾ നമ്മുടെ മെഡിസിൻസിനെ മിക്സ് ചെയ്യുമ്പോൾ ഈ വെഹിക്കിൾ എന്താണ്, അതായത് നമ്മൾ ആഡ് ചെയ്ത ഡ്രഗ് ഏതാണോ ആ ഡ്രഗിന്റെ കൂടി പ്രോപ്പർട്ടീസിനെ വലിച്ചെടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഡ്രഗ്. അതുകൊണ്ടാണ് നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷന് നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഡ്രഗിന്റെ പ്രിസർവേഷനും കൂടി നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so next is classification of the homeopathic vehicle.
ഹോമിയോപ്പതിക് വെഹിക്കിൾസിന് നമുക്ക് സോളിഡ് വെഹിക്കിൾസ് ഉണ്ട്, ലിക്വിഡ് വെഹിക്കിൾസ് ആയിട്ടും സെമി സോളിഡ് വെഹിക്കിൾസ് ആയിട്ടും 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് കണ്ടെയ്ൻസ് സോളിഡ് വെഹിക്കിൾസ്, ലിക്വിഡ് വെഹിക്കിൾസ് ആൻഡ് സെമി സോളിഡ് വെഹിക്കിൾസ്. സോളിഡ് വെഹിക്കിൾസിൽ പെടുന്നത് ഏതൊക്കെയാണ്? സോളിഡ് വെഹിക്കിൾസ് ഇൻക്ലൂഡ് ഷുഗർ ഓഫ് മിൽക്ക് വരുന്നുണ്ട്, കെയിൻ ഷുഗർ വരുന്നുണ്ട്, ഗ്ലോബ്യൂൾസ് ആൻഡ് പില്യൂൾസ് വരുന്നുണ്ട്, പെല്ലറ്റ്സ് ഉണ്ട്, കോൺസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത്രയുമാണ് നമുക്ക് ഏതിൽ വരുന്നത്? സോളിഡ് വെഹിക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ സോളിഡ് വെഹിക്കിൾസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഷുഗർ ഓഫ് മിൽക്ക്, കെയിൻ ഷുഗർ, ഗ്ലോബ്യൂൾസ്, പില്യൂൾസ്, പെല്ലറ്റ്സ്, കോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലിക്വിഡ് വെഹിക്കിൾസ്. ലിക്വിഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ വരുന്നുണ്ട്, ആൽക്കഹോൾ, ഗ്ലിസറിൻ, സോൾവെന്റ് ഈതർ, സിറപ്പ് സിംപ്ലക്സ്, പിന്നെ കുറച്ച് ഓയിൽസ്, ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സെസൈം ഓയിൽ, ചോൾമോഗ്ര ഓയിൽ, കോക്കനട്ട് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, ലെവൻഡർ ഓയിൽ, റോസ്മേരി ഓയിൽസ്. അപ്പോൾ ഈ ഓയിൽസും അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ, സോൾവെന്റ് ഈതർ, സിറപ്പ് സിംപ്ലക്സ്, ഇത്രയുമാണ് നമ്മൾ ലിക്വിഡ് വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെമി സോളിഡ് വെഹിക്കിൾസിലേക്ക് പോകുമ്പോൾ പാരഫിനും അതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പാരഫിനും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഹാർഡ് പാരഫിൻ, സോഫ്റ്റ് പാരഫിൻ. ഈ സോഫ്റ്റ് പാരഫിനെ തന്നെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ സോഫ്റ്റ് പാരഫിൻ എന്നും വൈറ്റ് സോഫ്റ്റ് പാരഫിൻ എന്നും, പിന്നെ ലിക്വിഡ് പാരഫിൻ. അപ്പം ഹാർഡ് പാരഫിൻ, സോഫ്റ്റ് പാരഫിൻ, ലിക്വിഡ് പാരഫിൻ, ഇങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പാരഫിൻ സെമി സോളിഡ് വെഹിക്കിൾസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് കൂടാതെ പ്രിപ്പയർഡ് ലാഡ് വരുന്നുണ്ട്, ബീസ് വാക്സിൽ തന്നെ യെല്ലോ ബീസ് വാക്സ് ഉണ്ട്, വൈറ്റ് ബീസ് വാക്സും ഉണ്ട്. കൂടാതെ ലനോളിൻ, പെർമസെറ്റൈ, സോപ്പ് തന്നെ 3 ഡിഫറെന്റ് വെറൈറ്റീസ് വരുന്നുണ്ട്. ഹാർഡ് സോപ്പ്, സോഫ്റ്റ് സോപ്പ്, കർഡ് സോപ്പ്, പിന്നെ സ്റ്റാർച്ച്, ഐസിൻ ഗ്ലാസ്. ഇങ്ങനെ ഇത്രയാണ് സെമി സോളിഡ് വെഹിക്കിൾസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ നമുക്ക് സോളിഡ് വെഹിക്കിൾസ് ഉണ്ട്, ലിക്വിഡ് വെഹിക്കിൾസ് ഉണ്ട്, സെമി സോളിഡ് വെഹിക്കിൾസ് ഉണ്ട്. സോളിഡ് വെഹിക്കിൾസിൽ ഷുഗർ ഓഫ് മിൽക്ക്, കെയിൻ ഷുഗർ, ഗ്ലോബ്യൂൾസ് ആൻഡ് പില്യൂൾസ്, പെല്ലറ്റ്സ്, കോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ലിക്വിഡ് വെഹിക്കിൾസിലാണ് ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോള്, ഗ്ലിസറിന്, സോൾവെന്റ് ഈതർ, സിറപ്പ് സിംപ്ലക്സ്, പിന്നെ കുറച്ച് ഓയിൽസ് വരുന്നുണ്ട്, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സെസൈം ഓയിൽ, ചോൾമോഗ്ര ഓയിൽ, കോക്കനട്ട് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, ലെവൻഡർ ഓയിൽ ആൻഡ് റോസ്മേരി ഓയിൽ. സെമി സോളിഡ് വെഹിക്കിൾസിലാണ് പാരഫിൻ, ബീസ് വാക്സ്, ലനോളിൻ, സ്പെർമാസിറ്റൈ, സോപ്പ്, സ്റ്റാർച്ച്, ഐസിൻ ഗ്ലാസ്, അതുപോലെ തന്നെ പ്രിപ്പയർഡ് ലാഡ്. പിന്നെ അതിന്റെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസും ചേർന്നതാണ് സെമി സോളിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെഹിക്കിൾസ്, ഈ മദർ ടിഞ്ചർ, മദർ സൊല്യൂഷൻ, മദർ സബ്സ്റ്റൻസസ്, ഇത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, അതായത് ഈ മദർ ടിഞ്ചർ പ്രിപ്പറേഷനും മദർ സൊല്യൂഷൻ അതുപോലെ മദർ സബ്സ്റ്റൻസസിന്റെയും പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ഏതൊക്കെ വെഹിക്കിൾസ് ആണ് മദർ ടിഞ്ചർ അല്ലെങ്കിൽ മദർ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട്, സോൾവെന്റ് ഈതർ ഉപയോഗിക്കുന്നുണ്ട്, ഷുഗർ ഓഫ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഒളിഞ്ഞു കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ, വിച്ച് ഈസ് ദ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഏത് വെഹിക്കിൾ ആണ് നമ്മൾ മദർ ടിഞ്ചറിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത്? സോ വിച്ച് സോളിഡ് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മദർ ടിഞ്ചർ? ദാറ്റ് ഈസ് ഷുഗർ ഓഫ് മിൽക്ക്. ഷുഗർ ഓഫ് മിൽക്ക് മാത്രമേ മദർ ടിഞ്ചറിന്റെയും മദർ സൊല്യൂഷന്റെയും മദർ സബ്സ്റ്റൻസസിന്റെയും പ്രിപ്പറേഷന് ഉപയോഗിക്കുന്ന ഒരേ ഒരു സോളിഡ് വെഹിക്കിൾ ആയിട്ടുള്ളൂ. ബാക്കി ഈ പറഞ്ഞ മദർ ടിഞ്ചറൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എന്താ പറയാ, ഏതൊരു വെഹിക്കിൾ ആണെങ്കിലും അത് ഏതാണ്? ലിക്വിഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെട്ടവയാണ്. അപ്പൊ ആൽക്കഹോൾ ആയിക്കോട്ടെ, ഡിസ്റ്റിൽഡ് വാട്ടർ ആയിക്കോട്ടെ, ഗ്ലിസറിൻ ആയിക്കോട്ടെ, സോൾവെന്റ് ഈതർ ആയിക്കോട്ടെ, ഇതെല്ലാം ലിക്വിഡ് വെഹിക്കിൾസ് ആണ്. ദ one and only solid vehicle used for the preparation of mother tincture, mother solution and mother substance preparation is sugar of milk. So അത് മനസ്സിലാക്കി വെക്കാം. Next is, which are the vehicles used for the potentization? Potentization ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? പൊട്ടന്റൈസേഷനും ഷുഗർ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ഒരു സോളിഡ് വെഹിക്കിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളും ഡിസ്റ്റിൽഡ് വാട്ടറുമാണ് പിന്നെ വരുന്ന 2 ലിക്വിഡ് വെഹിക്കിൾസ് എന്നാണ്. സോ 3 വെഹിക്കിൾസ് ആണ് നമ്മൾ പൊട്ടന്റൈസേഷൻ ഉപയോഗിക്കുന്നത്: ഷുഗർ ഓഫ് മിൽക്ക്, ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഈസ്, വിച്ച് ആർ ദ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഡിസ്പെൻസിങ് ഹോമിയോപ്പതിക് മെഡിസിൻസ്? ഹോമിയോപ്പതിക് മെഡിസിൻസിനെ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്?
നമ്മൾ ഏതൊക്കെ മീഡിയയിലൂടെ നമ്മുടെ മെഡിസിൻസിനെ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്? ഗ്ലോബ്യൂൾസ് വഴി കൊടുക്കാറുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഒന്ന് ഗ്ലോബ്യൂൾസ്, ഒന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ, ഷുഗർ ഓഫ് മിൽക്ക്. ഇത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ പില്യൂൾസ് യൂസ് ചെയ്യാം, കോൺസ് യൂസ് ചെയ്യാം, പിന്നെ ടാബ്ലറ്റ്സും നമ്മൾ കാണുന്നതാണ്. ടാബ്ലറ്റ്സ് ഉണ്ട്, സിറപ്പ് സിംപ്ലക്സ് ഉണ്ട്. സോ ദീസ് ആർ ദ വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഡിസ്പെൻസിങ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ്. സോ ഡിസ്പെൻസിങ്ങിന് യൂസ് ചെയ്യുന്നത് ഗ്ലോബ്യൂൾസ്, പില്യൂൾസ്, കോൺസ്, ടാബ്ലറ്റ്സ്, ഷുഗർ ഓഫ് മിൽക്ക്, ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് സിറപ്പ് സിംപ്ലക്സ്. Okay. Then, which are the vehicles used as basis for external application? External application നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പൊ ആ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന്റെ പ്രിപ്പറേഷന് അതിന്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്റെ പ്രിപ്പറേഷൻസിൽ അവയുടെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? നമ്മൾ ലിനമെന്റ് പഠിച്ചായിരുന്നു. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അതിന്റെ നമ്മൾ ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സോ ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതുപോലെ ഓയിൽസ് എല്ലാം നമുക്കൊരു ബേസ് ആയിട്ട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോള്, ഗ്ലിസറോള്, പിന്നെ ബീസ് വാക്സ്, പാരഫിൻ, ലെനോളിൻ, സ്പെർമസിറ്റൈസ്, പ്രിപ്പയർഡ് ലേർഡ്, ഐസിൻ ഗ്ലാസ്, സോപ്പ്, സ്റ്റാർച്ച്, ഇങ്ങനെ കുറെ. ഈ സോപ്പ് നമ്മൾ എവിടെയാണ്, ഏത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ സോപ്പ് പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ഏതോ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്റെ പ്രിപ്പറേഷനിൽ കർഡ് സോപ്പ് വരുന്നുണ്ട്. ഏതാണ് കർഡ് സോപ്പ് യൂസ് ചെയ്യുന്നത്? പറയൂ. ഏത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ കർഡ് സോപ്പ് യൂസ് ചെയ്യുന്നത്? പറയൂ, ആരെങ്കിലും റിപ്ലൈ ചെയ്യൂ. കർഡ് സോപ്പ് നമ്മൾ എവിടെ യൂസ് ചെയ്തത്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാ. ലിനിമെന്റ് ആണോ? ആ ഒരു PPT ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മൾ കർഡ് സോപ്പ് ഏതോ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിൽ കർഡ് സോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതിലാണ്? നോക്കിയിട്ടില്ല. സോ ഒരു കാര്യം ചെയ്യൂ, അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ പറയണം. ഓക്കെ, ഞാൻ അതിന്റെ ആൻസർ പറയുന്നില്ല, കാരണം നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ പറയൂ. ഓക്കെ, അപ്പം വെഹിക്കിൾസ് ആസ് ബേസിസ് ഫോർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സെസൈം ഓയിൽ, ഇങ്ങനെ കുറച്ച് ഓയിൽസ് വരുന്നുണ്ട്. അതുകൂടാതെ പാരഫിൻ, ബീസ്വാക്സ്, ലെനോളിൻ, സ്പെർമസിറ്റൈ, പ്രിപ്പയർഡ് ലാഡ്, ഐസിൻഗ്ലാസ്, സോപ്പ് ആൻഡ് സ്റ്റാർച്ച്. ദീസ് ആർ ദ vehicles which are used as basis for external application. സോ അങ്ങനെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്റെ ബേസിസ് ആയിട്ട് വെഹിക്കിൾസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്? വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ മദർ ടിഞ്ചർ, മദർ സൊല്യൂഷൻ, മദർ സബ്സ്റ്റൻസസ്, ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് വാട്ടർ, ഗ്ലിസറിൻ, സോൾവെന്റ്, ഇതർ ഷുഗർ ഓഫ് മിൽക്ക് ഓർത്ത് വെക്കുക. പിന്നെ പൊട്ടൻഡൈസേഷന് മൂന്ന് വെഹിക്കിൾസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ: ഷുഗർ ഓഫ് മിൽക്ക്, ആൽക്കഹോൾ, ഡിസ്റ്റിൽഡ് വാട്ടർ. ദെൻ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്: ഗ്ലോബ്യൂൾസ്, പില്യൂൾസ്, കോൺസ്, ടാബ്ലറ്റ്സ്, ഷുഗർ ഓഫ് മിൽക്ക്, ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് സിറപ്പ് സിംപ്ലക്സ്. ഓൾസോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന്റെ ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒത്തിരി വെഹിക്കിൾസ് വരുന്നുണ്ട്: ഡിസ്റ്റിൽഡ് വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ, കുറച്ച് ഓയിൽസ്, ഒലിവ് ഓയിൽസ്, ആൽമണ്ട്, സെസൈം, ചോൾമോഗ്ര, കോക്കനട്ട് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, അങ്ങനെ കുറച്ച് ഓയിൽസ് വരുന്നുണ്ട്. അതുകൂടാതെ പാരഫിൻ, ബീസ്വാക്സ്, ലെനോളിൻ, സ്പെർമസിറ്റൈ, പ്രിപ്പയർഡ് ലാഡ്, ഐസിൻഗ്ലാസ്, സോപ്പ് ആൻഡ് സ്റ്റാർച്ച്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൂവിങ് ടു സോളിഡ് വെഹിക്കിൾസ്. സോളിഡ് വെഹിക്കിൾസിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഗർ ഓഫ് മിൽക്ക് അഥവാ സക്കാരം ലാക്ടീസ്. സക്കാരം ലാക്ടീസ് അല്ലെങ്കിൽ സക്കാരം ലാക്ടോസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ SL ഷുഗർ ഓഫ് മിൽക്ക് ആണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഷുഗർ ഓഫ് മിൽക്ക്? കെമിക്കൽ ഫോർമുല C12H22O11H2O. അതായത് 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനും അതുകൂടാതെ ഒരു വാട്ടർ മോളിക്യൂളും ചേർന്നിട്ടാണ് സക്കാരം ലാക്ടീസ് ഫോം ചെയ്തിട്ടുള്ളത്, ഷുഗർ ഓഫ് മിൽക്ക് ഫോം ചെയ്തിട്ടുള്ളത്. സോ കെമിക്കൽ ഫോർമുല ഈസ് C12
H22O11 and 1 molecule of H2O. C12 H22O11 H2O. That is the chemical formula. What about the molecular weight? Molecular weight അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. 360.3 ആണ് സെക്കാരം SL ലാറ്റിസിന്റെ അതായത് SLന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 360.3 ആണ്. ഗോഡ്സ് മിൽക്ക് ആണ് അതിന്റെ പ്രിപ്പറേഷൻ എടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഗോഡ്സ് മിൽക്ക് ആണ്. ആൻഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ, അത് എടുത്തിട്ട് അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണമല്ലോ, ആ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റാഫ് പ്രോസസ്. സ്റ്റാഫ് പ്രോസസ് ജോൺ ഏണസ്റ്റ് സ്റ്റാഫ് ആണ്. ആൻഡ് ഈ സ്റ്റാഫ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്? ഏത് ആൽക്കഹോൾ ആണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ് സ്റ്റാഫ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. സോ പ്യൂരിഫിക്കേഷൻ, ഷുഗർ ഓഫ് മിൽക്കിന്റെ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാഫ് പ്രോസസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ദേ ആർ സ്റ്റേബിൾ ഇൻ എയർ. എയറിൽ വളരെയധികം സ്റ്റേബിൾ, അതായത് നമ്മൾ കുറച്ച് നേരം ഒന്ന് തുറന്നു വെച്ചാലും പെട്ടെന്നൊന്നും അതിനൊരു ഡാമേജ് സംഭവിക്കില്ല. അതുകൊണ്ട് സ്റ്റേബിൾ ഇൻ എയർ ആണ്. പക്ഷെ തുറന്നു വെക്കാൻ പാടില്ല എന്ന് പറയാത്ത കാരണം എന്ന് വെച്ചാൽ അതിങ്ങനെ തുറന്നു വെക്കുമ്പോൾ അതിന് ചുറ്റിലുമുള്ള ഓർഡേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ലിനെയൊക്കെ ഇത് വലിച്ചെടുക്കും. സോ അതുകൊണ്ട് ഇതിനെ തുറന്നു വെക്കാൻ പാടില്ല. അതല്ലാത്ത പക്ഷം ഇത് തുറന്നു വെക്കുന്നതുകൊണ്ട് ഇതിന് യാതൊരു വിധ കേടുപാടുകളും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ സ്റ്റേബിൾ ഇൻ എയർ ബട്ട് റെഡിലി അബ്സോർബ് ഓർഡേഴ്സ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 1 gram ഷുഗർ ഓഫ് മിൽക്ക് SL എന്ന് പറയുന്നത് 5 ml ഓഫ് വാട്ടറിലാണ് സോല്യൂബിൾ ആവുന്നത്. അത് നോർമൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ 5 ml നോർമൽ വാട്ടറിലാണ് 1 gram ഷുഗർ ഓഫ് മിൽക്ക് സോല്യൂബിൾ ആവുന്നത്. ആൻഡ് ബോയിലിംഗ് വാട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് 1 gram എന്ന് പറയുന്നത് ആ നോർമൽ വാട്ടറിന്റെ നേരെ പകുതി വെള്ളം മതിയാവും. കാരണം ചൂടുണ്ടല്ലോ, അപ്പൊ ചൂടുള്ളപ്പോൾ അത് പെട്ടെന്ന് അലിയാൻ കുറച്ചുകൂടി ഈസിയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോയിലിംഗ് വാട്ടറിലാണ് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് ലയിക്കുന്നത്. So 1 gram is soluble in 5 ml of water and 2.6 ml of sugar and 2.6 ml of boiling water. 1 gram is soluble in 2.6 ml of boiling water and 5 ml of water. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഷുഗർ ഓഫ് മിൽക്കിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് വരുന്നുണ്ട്. ഈ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അതിനാണ് സ്റ്റാഫ് പ്രോസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ഈ ഒരു ഷുഗർ ഓഫ് മിൽക്കിൽ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർച്ച് വരാം, കെയിൻ ഷുഗർ വരാം, എന്തെങ്കിലും തരത്തിലുള്ള ആസിഡ് റാഡിക്കൽസ് വരാം, ആലം വരാം, ക്ലോറൈഡ്സ് വരാം, ഫോസ്ഫേറ്റ്സ് വരാം, ആൻഡ് ഓൾസോ കോപ്പർ. ദീസ് ആർ ദ ഇമ്പ്യൂരിറ്റീസ് സീൻ ഇൻ ദ ഷുഗർ ഓഫ് മിൽക്ക്. സോ ഇത്രയാണ് ഷുഗർ ഓഫ് മിൽക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് അതിന്റെ കെമിക്കൽ ഫോമിൽ എത്രയായിരുന്നു? C12 H22O11 ആൻഡ് O11 H2O. വാട്ട് അബൌട്ട് മോളിക്കുലർ വെയിറ്റ്? എത്രയാണ് സാക്കാരം ലാക്ടസിന്റെ മോളിക്കുലർ വെയിറ്റ്? എത്രയാണ്? 360.3. ഓക്കെ, സോഴ്സ് ഏതാണ്? സോഴ്സ് ഗോഡ്സ് മിൽക്ക്. ആൻഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോസസ് ഏതാണ്? സ്റ്റാഫ് പ്രോസസ്. സ്റ്റാഫ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ. Absolute alcohol. And 1 gram of sugar of milk is soluble in 5 ml of water. And how much ml of boiling water? 2.6 ml. ml of boiling water. And എന്തൊക്കെയാണ് സെക്കാരം ലാക്ടസിൽ കാണുന്ന ഇമ്പ്യൂരിറ്റീസ്? ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, കെയിൻ ഷുഗർ, ആസിഡ്, ആലം, ഫോസ്ഫേറ്റ്, ക്ലോറൈഡ്, കോപ്പർ. ആസിഡ് റാഡിക്കൽസും ആലം, കോപ്പർ, ക്ലോറൈഡ്സ് ഇതൊക്കെയാണ് അതിൽ കാണുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സക്കാരം ലാക്ടീസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോബ്യൂൾസ്. ഗ്ലോബ്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യുവർ ആയിട്ടുള്ള കെയിൻ ഷുഗർ, ദാറ്റ് ഈസ് നമ്മുടെ ഷുഗർ കെയിനിൽ നിന്നിട്ടാണ് നമ്മൾ ഗ്ലോബ്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സംടൈംസ്, അതായത് ഇപ്പം ഇപ്പോഴും ഷുഗർ കെയിന് കിട്ടാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അത് 80% സൂക്രോസും 20% ലാക്ടോസും മിക്സ് ചെയ്ത്, അതായത് ഷുഗർ കെയിനിൽ നിന്നല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് 80% സൂക്രോസ് എടുത്തിട്ട് അതിലേക്ക് 20% ലാക്ടോസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഗ്ലോബ്യൂൾസ് സംടൈംസ് ഉണ്ടാക്കാറുണ്ട്. വാട്ട് അബൌട്ട് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ഗ്ലോബ്യൂൾസ്? 342.3. ഷുഗർ ഓഫ് മിൽക്കിന് 360.3 ആണ്, ഗ്ലോബ്യൂൾസിന് 342.3 ആണെന്നുള്ളത് ഓർക്കുക. ഇനി ഗ്ലോബ്യൂൾസ് തന്നെ നമുക്ക് പില്യൂൾസ്
വരുന്നുണ്ട്. പില്യൂൾസ് എന്ന് പറയുമ്പോൾ ലാർജർ സൈസിലുള്ള, അതായത് ഒരു 40 എബവ് സൈസിലുള്ളതാണ് നമ്മൾ എന്താ പറയുന്ന പില്യൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് സ്മോളർ സൈസ്, അതിന് താഴെയുള്ള സ്മോൾ സൈസ് ആയിട്ടുള്ള എന്താ പറയാ സ്മോൾ സൈസിനെയാണ് നമ്മൾ ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത്. സോ എബവ് 40 ആണെങ്കിൽ ദീസ് ഗ്ലോബ്യൂൾസ് ആർ നോൺ ആസ് പില്യൂൾസ്. ആൻഡ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ദേ ആർ എൻറ്റയർലി സോല്യൂബിൾ ഇൻ വാട്ടർ. നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഒരു തരി പോലും അവശേഷിക്കില്ല, ഫുൾ എൻറ്റയർ ആയിട്ടും അവ സോല്യൂബിൾ ആവും. ഓക്കെ, ഇതിന്റെ യൂസസിലേക്ക് വരുമ്പോൾ ദേ ആർ യൂസ്ഡ് ഫോർ ഡിസ്പെൻസിങ് ഓഫ് ദ ഹോമിയോപ്പതിക് പൊട്ടൻസി. ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആസ് വെൽ ആസ് പ്ലാസിബോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കുറെ നാള് ഇത് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസിനെ പ്രിസർവ് ചെയ്യാൻ ഗ്ലോബ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ യാതൊരു വിധത്തിലുള്ള സൺലൈറ്റോ ഹീറ്റോ ഒന്നും തട്ടാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെക്കുവാണെങ്കിൽ ഒത്തിരി നാള് നമുക്ക് മെഡിസിൻസിനെ ഗ്ലോബ്യൂൾസ് യൂസ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലോങ് ടേം പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോൺസ് ആണ്. ഗ്ലോബ്യൂൾസ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നു, പക്ഷെ ലോങ് ടേം ഗ്ലോബ്യൂൾസിനെ കാട്ടിലും പ്രിസർവേഷൻ കപ്പാസിറ്റി ഉള്ളത്, എബിലിറ്റി ഉള്ളത് കോൺസിലാണ്. അതും ഓർത്തില്ല, അത് നമ്മൾ അടുത്ത് പഠിക്കും. സോ വാട്ട് ആർ ദ ഇമ്പ്യൂരിറ്റീസ് സീൻ ഇൻ ദ ഗ്ലോബ്യൂൾസ്? എന്തൊക്കെയാണ് ഗ്ലോബ്യൂൾസിൽ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്? പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഗ്ലിസറിൻ, ടാൾക്ക്, ചാക്ക്, കയോലിൻ, ആന്റി ഓക്സിഡൻസ്, ഇനോർഗാനിക് ആൻഡ് വൈറ്റനിങ് ഏജൻസ്. ദീസ് ആർ ദ ഇമ്പ്യൂരിറ്റീസ് സീൻ ഇൻ ദ ഗ്ലോബ്യൂൾസ്. ഗ്ലോബ്യൂൾസിൽ കാണപ്പെടാൻ സാധ്യതയുള്ള ഇമ്പ്യൂരിറ്റീസ് ഇവയൊക്കെയാണ്. സോ ഗ്ലോബ്യൂൾസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ, പ്യുവർ കെയിൻ ഷുഗർ ആണ് ഗ്ലോബ്യൂൾസിന്റെ സോഴ്സ്. സംടൈംസ് ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ആൾട്ടർനേറ്റ് മെത്തേഡ് ആണ്. 80% സൂക്രോസ് പ്ലസ് 20% ലാക്ടോസ് എന്ന് പറയുന്നത്. മോളിക്കുലാർ വെയിറ്റ് ഈസ് about 342.3 ആൻഡ് ലാർജർ സൈസ്, ദാറ്റ് ഈസ് സൈസ് എബവ് 40, അതിനെ നമ്മൾ പില്യൂൾസ് എന്ന് പറയും. സ്മാളർ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ദേ ആർ എൻറ്റയർലി സോല്യൂബിൾ ഇൻ വാട്ടർ. ആൻഡ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഗ്ലോബ്യൂൾസ്? ദേ ആർ യൂസ്ഡ് ഫോർ ഡിസ്പെൻസിങ് ഹോമിയോപ്പതിക് മെഡിസിൻ, യൂസ്ഡ് ആസ് പ്ലാസിബോ, യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ, ആൻഡ് ഓൾസോ ദേ റിട്ടൈൻ their medicinal value for years if protected against sunlight and heat. And what are the impurities seen? Different type of flavors varam. Starch, glucose, glycerin, talc, chalk, kaolin, antioxidants, inorganic and whitening agents are the major impurities seen in the globules. Next is about cones. അടുത്ത സോളിഡ് വെഹിക്കിൾ ആണ് കോൺസ് എന്ന് പറയുന്നത്. കോൺസിൽ നമ്മൾ പ്രിപ്പറേഷൻ എടുക്കുമ്പോൾ 2 കിങ്ഡം വരുന്നുണ്ട്. ഒരു ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ഒരു സബ്സ്റ്റൻസും വരുന്നുണ്ട്, ഒരു പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് ഒരു സബ്സ്റ്റൻസും വരുന്നുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഷുഗർ കെയിൻ ആണ്. ആനിമൽ കിങ്ഡത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത് എഗ് ആൽബുമിൻ, അതായത് ഈ മുട്ടയുടെ ആൽബുമിൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ 2 കിങ്ഡം ചേർന്നിട്ടാണ് കോൺസിന്റെ പ്രിപ്പറേഷൻ വന്നിട്ടുള്ളത്, കെയിൻ ഷുഗർ ആൻഡ് എഗ് ആൽബുമിൻ. ആൻഡ് കോൺസ് ആ പേര് തന്നെ ഉണ്ട്, ദേ ആർ കോണിക്കൽ ഇൻ ഷേപ്പ്, അതുകൊണ്ടാണ് അവയെ കോൺസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ സൈസ്, കോമൺ സൈസ് എത്രയാണ്? 6 ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈസ്. ആൻഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് മെഡിസിൻസ് ഫോർ ലോങ് ടൈം, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മീഡിയ ഫോർ പ്രിസർവേഷൻ ഓഫ് മെഡിസിൻസ് ഫോർ എ ലോങ് ടൈം. നമുക്ക് ഒത്തിരി നാൾ മെഡിസിൻസിനെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് കോൺസ് ആണ്. ഓക്കെ, സോ കോൺസ് എന്താണ്? കോൺസില് സോഴ്സ് എന്ന് പറയുന്നത് കെയിൻ ഷുഗറും എഗ് ആൽബുമിനും വരുന്നുണ്ട്. അപ്പൊ 2 കിങ്ഡംസ്, 2 കിങ്ഡം അവിടെ വരുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. കോണിക്കൽ ഷേപ്പ് ആണ്. ആൻഡ് കോമൺ സൈസ് ഈസ് 6. ആൻഡ് അതിന്റെ യൂസ് എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് മെഡിസിൻ ഫോർ എ ലോങ് ടൈം. ആൻഡ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് വെഹിക്കിൾ യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് മെഡിസിൻസ് ഫോർ എ ലോങ് ടേം എന്ന് ചോദിച്ചാൽ കോൺസ്. ഗ്ലോബ്യൂൾസിനും അതിന്റെ മെഡിസിനൽ വാല്യൂ ഒത്തിരി നാള് റീറ്റെയിൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു എന്താ പറയാ ഈ ഒരു സാധ്യത കാണുന്നത് കോൺസിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. സോ ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തത് ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ നെക്സ്റ്റ് സോളിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റ് എന്ന് പറയുന്നത് പ്യുവർ റിഫൈൻഡ് ഷുഗർ ഓഫ് മിൽക്ക്. നമ്മൾ ഷുഗർ ഓഫ് മിൽക്ക് ആദ്യം പഠിച്ചു. നമ്മുടെ തന്നെ ഒരു വെഹിക്കിളായ ഷുഗർ ഓഫ് മിൽക്കിനെ യൂസ് ചെയ്തിട്ടാണ് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത്. ടാബ്ലറ്റ്സ് ഷുഗർ ഓഫ് മിൽക്ക് എടുത്ത്
അതിനെ മിക്സ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് എന്താ പറയാ പല അതിന്റെ ഷേപ്പിലും അതിന്റെ സൈസിലും ആക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും ആവശ്യമുള്ള സൈസിലും അതിനെ ഉണ്ടാക്കി എടുക്കുവാണ് ചെയ്യുന്നത്. സോ ടേബ്ലെറ്റ്സ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്യുവർ റിഫൈൻഡ് ഷുഗർ ഓഫ് മിൽക്ക് ആണ്. അതിന്റെ ഷേപ്പ് എന്താണ്? നമ്മൾ ടാബ്ലെറ്റ്സ് കാണുന്നതാണ്, ഡിസ്കോയിഡ് ആണ്, റൗണ്ട് ആണ്, വിത്ത് ഫ്ലാറ്റ്, ചിലതിന് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടേബ്ലെറ്റ്സും വരുന്നുണ്ട്. ഇച്ചിരി ഒന്ന് പുറമൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് തള്ളിയിട്ട് അങ്ങനെ ഇരിക്കുന്ന കോൺവെക്സ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സും വരുന്നുണ്ട്. അതിന്റെ സൈസിലേക്ക് വരുമ്പോൾ 1 ഗ്രെയിൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 65 mg. ഓക്കെ, സോ 1 ഗ്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 65 mg ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ 1 ഗ്രെയിൻ ടാബ്ലറ്റ് എന്ന് പറയുമ്പം അതിൽ എത്ര മില്ലിഗ്രാം ഉണ്ട്? 65 mg ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഗ്ലോബ്യൂൾസും ടാബ്ലറ്റ്സും നമ്മൾ നോക്കുമ്പോൾ ടാബ്ലറ്റ്സ് ആണ് ഗ്ലോബ്യൂൾസിനെ കാട്ടിൽ നമ്മൾ രണ്ടിനെയും നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റുന്നത് ടാബ്ലറ്റ് ആയിരിക്കും. ഗ്ലോബ്യൂൾസ് കുറച്ചും കൂടി ഹാർഡർ ആണ് ടാബ്ലറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആൻഡ് അതിൽ അടുത്ത കുറച്ച് പോയിന്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടാബ്ലറ്റ്സിലെ ലാക്ടോസ് കണ്ടന്റ് എത്രയാണ്? 94% കുറയാതെ ലാക്ടോസ് കണ്ടന്റ് ടാബ്ലറ്റ്സിൽ ഉണ്ടാവും. അതിന്റെ ബൈൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാക്കുന്നത്. ആ ഒരു ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത് കോമൺലി സ്റ്റാർച്ച് ആണ്. അപ്പൊ ആ ബൈൻഡർ എന്ന് പറയുന്നത് ബൈ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 3% കൂടാതെ ഉണ്ടാവണം. ഓക്കെ, നോട്ട് എക്സീഡിങ് 3% ബൈ വെയിറ്റ് ആണ്. then lubricant അതിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻറ്റും സെയിം ആസ് ദാറ്റ് ഓഫ് ബൈൻഡർ, നോട്ട് എക്സീഡിങ് 3% ബൈ വെയിറ്റ്. ഇനി അതിലുള്ള ഇൻസോലിബിൾ മാറ്ററും 5% ബൈ വെയിറ്റിൽ കൂടാതെ ഉണ്ടാവണം. വാട്ട് ഈസ് ദ ഡിസൻറ്റിഗ്രേഷൻ ടൈം ഓഫ് ടാബ്ലറ്റ്? ടാബ്ലറ്റിന്റെ ഡിസൻറ്റിഗ്രേഷൻ ടൈം എത്രയാണ്? 5 minutes ആണ്. ആഷ് വാല്യൂ 0.5% ബൈ വെയിറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്. സോ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് പ്യുവർ റിഫൈൻഡ് ഷുഗർ ഓഫ് മിൽക്ക് ആണ്. അതിന്റെ സോഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ 1 ഗ്രെയിൻ എന്ന് പറയുന്നത് 65 mg ആണ്. They are softer than globules. Lactose content not less than 94%. Binder and lubricant not exceeding 3% by weight. Insoluble matter not exceeding 5% by weight. Disintegration time of tablets എന്ന് പറയുന്നത് 5 minutes ആണ്. And ash value എത്രയാണ്? 0.5% by weight ആണ് അതിന്റെ ആഷ് വാല്യൂ വരുന്നത്. ദിസ് ഈസ് അബൌട്ട് ടാബ്ലറ്റ്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന സോളിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഷുഗർ ഓഫ് മിൽക്ക് പഠിച്ചു, ഗ്ലോബ്യൂൾസ് പഠിച്ചു, കോൺസ് പഠിച്ചു, ടാബ്ലറ്റ്സ് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈസ് മൂവിങ് ടു ലിക്വിഡ് വെഹിക്കിൾസ്. ലിക്വിഡ് വെഹിക്കിൾസിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്യൂരിഫൈഡ് വാട്ടർ ഓർ അക്വാ ഡിസ്റ്റിലേറ്റ ഓർ അക്വാ പ്യൂരിഫിക്കേറ്റ, ഇതൊക്കെയാണ് അതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത്. മറ്റു അതിനെ വേറെ പേരുകളിൽ അറിയപ്പെടുന്നത് ഈ പേരുകളിലൊക്കെയാണ്. പ്യൂരിഫൈഡ് വാട്ടർ എന്ന് പറയാറുണ്ട്. നമ്മൾ പലയിടത്തും നമ്മളിപ്പം ഫാർമസി തന്നെ വായിക്കുമ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ എന്ന് നമ്മൾ വായിക്കാറുണ്ട്. അതേതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ ഓർക്കുക. കൂടാതെ അക്വാ ഡിസ്റ്റിലേറ്റ, അക്വാ പ്യൂരിഫിക്കേറ്റ. അക്വാ എന്നുള്ള വാക്ക് എന്താണ്? റിലേറ്റഡ് ടു വാട്ടർ. ഓക്കെ, അപ്പം അക്വാ ഡിസ്റ്റിലേറ്റ മീൻസ് ഡിസ്റ്റിൽഡ് വാട്ടർ. അക്വാ പ്യൂരിഫിക്ക മീൻസ് ഓൾസോ purified water or distilled water. Okay, then what is the chemical symbol? നമ്മുടെ സാധാരണ നമ്മുടെ വാട്ടർ തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും കാണത്തില്ല. അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അതിനെ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിലൂടെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ അതിനെ യൂസ് ചെയ്യുന്നത്. ഇമ്പ്യൂരിറ്റീസ് ചേർത്ത് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ എന്തിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടൻറ്റൈസേഷൻ ആയാലും എന്തിനു നമ്മൾ യൂസ് ചെയ്താലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ മെഡിസിനിന്റെ എഫക്റ്റിനെ അത് അഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ പ്യൂരിഫൈ ചെയ്ത് മാത്രമേ നമ്മൾ വാട്ടർ ഉപയോഗിക്കൂ. സോ കെമിക്കൽ സിമ്പിൾ എന്താണ്? H2O ആണ്. മോളിക്കുലർ വെയിറ്റ്, വാട്ടറിന്റെ തന്നെ മോളിക്കുലർ വെയിറ്റ് ആണ് എത്രയാണ്? 18.015. അത് പറയണമെന്നില്ല, 18 എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് പ്രിപ്പയർഡ് ബൈ, ഈ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നത് കംപ്രഷൻ ഡിസ്റ്റിലേഷൻ ആണ്. ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത് സ്റ്റിൽസ് ഉപയോഗിച്ചിട്ടാണ്. സ്റ്റിൽസ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റിൽസും ഉണ്ട്, മൾട്ടിപ്പിൾ എഫക്റ്റ് സ്റ്റിൽസും ഉണ്ട്. അപ്പൊ സ്റ്റിൽസ് എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്.
അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് കംപ്രഷൻ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. അതായത് ലൈബിക് കണ്ടൻസർ വളരെ സ്മാൾ സ്കെയിലിലാണ് ഈ ഒരു കംപ്രഷൻ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്ത് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. Then what about the specific gravity? Specific gravity is 1 at 25 degree Celsius. 25 degree Celsius ഒരു ടെമ്പറേച്ചറിൽ 1 എന്ന് പറയുന്നതാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? അത് തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ 100 ഡിഗ്രി സെൽഷ്യസ്. ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്. പി എച്ച് എന്ന് പറയുന്നത് 5.8 തൊട്ട് 7 വരെയാണ് അതിന്റെ പി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇംപ്യൂരിറ്റീസ് സീൻ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ? ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസിഡിന്റെ പ്രസൻസ് കൊണ്ട് വാട്ടർ അസിഡിക് ആയി പോവാം, സോ അസിഡിറ്റി കാണാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൽക്കലൈൻ മെറ്റീരിയൽസിന്റെ പ്രസൻസ് കൊണ്ട് അത് ആൽക്കലൈൻ ആയി പോവാം. അതായത് അതിനൊരു പി എച്ച് ഉണ്ട് 5.8 to 7. ദാറ്റ് ഈസ് ഒരുപാട് അങ്ങോട്ട് അസിഡിക്കും അല്ല, ബേസിക്കും അല്ലാത്ത, ആൽക്കലൈനും അല്ലാത്ത രീതിയിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരു പി എച്ച് ആണ് എപ്പോഴും വാട്ടറിനുള്ളത്. പക്ഷേ ചില ഇമ്പ്യൂരിറ്റീസ്, ചില ആസിഡ്സ് ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആസിഡിറ്റി വരാം. ഏതെങ്കിലും തരത്തിലുള്ള ആൽക്കലീസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആൽക്കലൈനിറ്റി വരാം. പിന്നെ ഇരുമ്പിന്റെ അംശം വരാം. അയൺ ഈസ് വൺ ഓഫ് ദി ഇമ്പ്യൂരിറ്റീസ് സീൻ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മുടെ വീട്ടിൽ തന്നെ കിണറിൽ നിന്നൊക്കെ ചിലപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഇരുമ്പിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരാറുണ്ട് അല്ലെ? സോ അയൺ എന്ന് പറയുന്നത് വാട്ടറിൽ കാണുന്ന ഒരു കോമൺ ഇമ്പ്യൂരിറ്റി ആണെന്നുള്ളത് ഓർക്കുക. സംടൈംസ് ലെഡ് ഉണ്ടാവാം, അമോണിയ ഉണ്ടാവാം, ക്ലോറൈഡ്സ്, സൾഫൈഡ്സ്, കാൽഷ്യം, ക്ലോറൈഡ്സ്, സൾഫൈഡ്സ്, കാൽഷ്യം, ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വരാൻ സാധ്യതയുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ അസിഡിറ്റി ഉണ്ടാവാം, ആൽക്കലൈനിറ്റി, അയൺ, lead, ammonia, chloride, sulfate and calcium. These are the major impurities seen in distilled water. What are the uses of distilled water? Distilled water നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? It is used for the preparation of aqueous mother solution. നമ്മൾ methods of preparation പഠിക്കുമ്പോൾ ക്ലാസ് 5A, ക്ലാസ് 5B ഇതിൽ നമ്മൾ അതിൻ്റെ അക്കോർഡിംഗ് ടു ഓൾഡ് മെത്തേഡ് 5A പ്രകാരവും ഈ മെഡിസിൻസിന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത് അക്വസ് മദർ സൊല്യൂഷൻ, അതായത് ഈ കാറ്റഗറിയിൽ വരുന്നത് അക്വസ് മദർ സൊല്യൂഷൻസ് ആണ്. സോ അതിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സോളിഡ് ടൈച്ചുറേഷൻ പൊട്ടൻസിയെ ഒരു ലിക്വിഡ് പൊട്ടൻസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അതുപോലെ തന്നെ 50 മില്ലിസ്മെൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മദർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിലും അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. So these are the uses of distilled water. It is used for the preparation of mother solution according to class 5A, class 5B. Also ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ടൈച്ചുറേഷൻ പൊട്ടൻസിയെ ലിക്വിഡ് പൊട്ടൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. ഓൾസോ LM സ്കെയിലിലും മദർ സൊല്യൂഷൻസിന്റെ പ്രിപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. സോ ഇത്രയാണ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. സോ സിനോണിം എന്താണ്? പ്യൂരിഫൈഡ് വാട്ടർ, അക്വാ ഡിസ്റ്റിലേറ്റർ ഓർ അക്വാ പ്യൂരിഫിക്കേറ്റർ. വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പൽ ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ? പറയൂ, കെമിക്കൽ സിമ്പൽ എന്താണ്? H2O. മോളിക്യുലർ വെയിറ്റ് എത്രയാണ്? 18. Preparation of distilled water by കംപ്രഷൻ ഡിസ്റ്റിലേഷൻ. അത് സ്മാൾ സ്കെയിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കംപ്രഷൻ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ബൈ സ്റ്റിൽസ് യൂസ് ചെയ്ത്, കൺവെൻഷണൽ സ്റ്റിൽസും ഉണ്ട്, മൾട്ടിപ്പിൾ എഫക്റ്റീവ് സ്റ്റിൽസും ഉണ്ട്. വാട്ട് അബൌട്ട് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്? 1. ഓക്കെ, 1 ആണ്. നോർമൽ റൂം ടെമ്പറേച്ചർ ആണ് അവരവിടെ ഉദ്ദേശിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് കൊണ്ട്. Then what about the boiling point? Boiling point 100 ഡിഗ്രി സെൽഷ്യസ്. ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0. What about the pH? Neutral 5.8 to 7. Okay. What are the impurities?
ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? സംടൈംസ് ആസിഡ് മിക്സ് ചെയ്ത് ആസിഡിറ്റി ആവാം, ആൽക്കലിൻസ് മിക്സപ്പ് ആയാൽ ആൽക്കലിനിറ്റി ഉണ്ടാവാം, അയൺ, ലെഡ്, അമോണിയ, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, കാൽഷ്യം, ദീസ് ആർ ഓൾ ദ ഇമ്പ്യൂരിറ്റീസ്. അതിന് യൂസസ് എന്തൊക്കെയാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? Mother solution according to 5A and class 5B. ഓക്കെ, പിന്നെ വേറെ Convert സോളിഡ്. solid saturation potency into a liquid potency. അപ്പൊ For സോളിഡ് saturation. ടൈച്ചുറേഷൻ പൊട്ടൻസിയെ നമ്മൾ ലിക്വിഡ് പൊട്ടൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഏതാണ്? ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അത് Distilled water. വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ LM സ്കെയിൽ 50 മില്ലിസ്മൽ സ്കെയിലില് മദർ സൊല്യൂഷൻസിന്റെ പ്രിപ്പറേഷനിലും ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് എത്തനോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് വൈൻ, നമ്മുടെ കോമൺ ആയിട്ടുള്ള എല്ലാ തരം ബിവറേജസിലും അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ എന്ന് പറയുന്നത്. ഓക്കെ, എത്തനോളിന്റെ കെമിക്കൽ സിമ്പൽ എന്താണ്? C2H5OH. ആൽക്കഹോൾ ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് OH ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രോക്സിൽ ഒരു ഗ്രൂപ്പ് അതിൽ കാണാം. അപ്പൊ കെമിക്കൽ സിമ്പൽ ഈ C2H5OH. മോളിക്കുലാർ വെയിറ്റ് ഈസ് 46.07. 46.07. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. 46.07 ആണ് അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈഥൈൽ ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫെർമെന്റഡ് ആയിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഈഥൈൽ ആൽക്കഹോളിന് യൂസ് ചെയ്യുന്ന മൊളാസസ്, ആ മൊളാസസിനെ ഫെർമെന്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് ഈഥൈൽ ആൽക്കഹോള് പ്രിപ്പയർ ചെയ്യുന്നത്. സോ പ്രിപ്പറേഷൻ ബൈ ഡിസ്റ്റിലേഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ഈഥൈൽ ആൽക്കഹോളിൽ, അതിൽ ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് എത്രയാണ്? is not less than 94% by weight or 92% by 94.7% by volume or 92% by weight, and not more than 95.2% by volume and 92.7% by weight of ethyl alcohol. ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് അഡീഷണൽ പോയിന്റ്സ് പറയാം. നമ്മളിപ്പോ ഒരു ആൽക്കഹോൾ, അതിപ്പോ നമ്മൾ ഏതൊരു ബിവറേജ് ഐറ്റം നമ്മൾ എടുക്കട്ടെ, അതിനകത്ത് ഉള്ള ആൽക്കഹോൾ ഏതാണ്? പ്രസന്റ് ആയിട്ടുള്ള ആൽക്കഹോൾ എപ്പോഴും ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കും. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഇന്ന് നമ്മളിപ്പോ ബിവറേജസിൽ യൂസ് ചെയ്യുന്ന ഏത് തരം ബിവറേജ്, ഇപ്പം ബ്രാൻഡി ആയിക്കോട്ടെ, ബിയർ ആയിക്കോട്ടെ, വൈൻ ആയിക്കോട്ടെ, വിസ്കി ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ബിവറേജ് ആയാലും അതിനകത്ത് ഉള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഈ ഈഥൈൽ ആൽക്കഹോൾ പലതിലും പല തരത്തിലുള്ള, അതായത് പലതിലും അതിന്റെ കണ്ടന്റ് വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. സോ അതനുസരിച്ചിട്ടാണ് ഇതിന്റെ ടോക്സിക് എഫക്ട്സ് നമുക്ക് ബോഡിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോളിന്റെ ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കുമ്പോൾ വോളിയത്തിലും നമുക്ക് മെഷർ ചെയ്യാം, വെയിറ്റിലും നമുക്ക് മെഷർ ചെയ്യാം. ആൽക്കഹോൾ ബൈ വെയിറ്റും ഉണ്ട്, ആൽക്കഹോൾ അതായത് പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ബൈ വെയിറ്റ് ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ബൈ വോളിയം ഉണ്ട്. ബൈ വെയിറ്റിനെ നമ്മൾ ABW എന്ന് പറയും. പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ ബൈ വോളിയം ആണെങ്കിൽ നമ്മൾ ABV എന്നാണ് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ബൈ വോളിയം ആണ് നവഡേയ്സ് യൂസ് ചെയ്ത് വരുന്ന ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ്, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ഏതൊരു ആൽക്കഹോൾ ആയാലും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വാല്യൂസ് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, അതിനകത്ത് അടങ്ങിയിട്ടുള്ള എത്തനോളിന്റെ കണ്ടന്റ് ആണ് നമ്മൾ അവിടെ പറയുന്നത്, ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ്. ഓക്കെ, സോ ഈ ബൈ വെയിറ്റ് നോക്കുന്നത് എന്താണ്? ബൈ വെയിറ്റ് ആണ് അതിന് എത്രത്തോളം, അതായത് ബൈ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ, ആ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ബിവറേജ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ആൽക്കഹോളിന് എത്രത്തോളം ഇൻടോക്സിക്കേഷൻ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. ഇനി ബൈ വോളിയം നോക്കുമ്പോൾ, ബൈ വെയിറ്റ് നോക്കുമ്പോഴോ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ബൈ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ വോളിയം ആണ് എപ്പോഴും
അതായത് നമ്മളിപ്പോ ഒരു 5 ml വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ആൽക്കഹോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഒരു 3 ml ആൽക്കഹോൾ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തെന്ന് വെച്ചോ. അപ്പൊ അതിനകത്ത് അത് മൊത്തം ഈ വാട്ടറും ആൽക്കഹോളും ഒരിക്കലും തമ്മിൽ മിക്സപ്പ് ആവുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വാട്ടറിൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ബൈ വോളിയം നോക്കുമ്പോൾ അതിന്റെ ഒരു ഇത് കൂടും. നമ്മൾ ഒരു ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ 3 ml ആൽക്കഹോളും ഈ 5 ml വാട്ടറും കൂടി ആകുമ്പോൾ അതിന്റെ വോളിയം കൂടുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിലുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് എത്രയാണ്? 3 ആണ് അല്ലെ? 3 ml അല്ലേ നമ്മൾ മിക്സ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു ടൈപ്പ് ഓഫ് ആൽക്കഹോൾ എടുത്താലും അതിനകത്ത് ബൈ വോളിയം ഒരു എമൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെ മെഷർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നതാണ്. അതായത് നമ്മൾ അതിനെ എടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ ബൈ വെയിറ്റ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കും. അപ്പൊ 2 തരത്തിൽ നമുക്ക് ആൽക്കഹോളിനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള പോയിന്റ് ആണ് പറയാനായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഈഥൈൽ ആൽക്കഹോളിലേക്ക് വരുമ്പോൾ ഈഥൈൽ ആൽക്കഹോളില് എത്തനോൾ എന്ന് പറയുന്നത് ബൈ വോളിയം നോക്കുകയാണെങ്കിൽ അത് 100%-ല് 94.7 തൊട്ട് 95.2%, അതായത് 94.7-ല് കുറയാതെ എന്നാൽ 95.2%-ൽ കൂടാതെ ബൈ വോളിയം ഈഥൈൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. ഓക്കെ. എന്നാൽ ബൈ വെയിറ്റ് എടുക്കുമ്പോൾ 92 തൊട്ട് 92-ൽ കുറയാതെ എന്നാൽ 92.7-ൽ കൂടാതെ അതിൽ ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട് എന്നാണ് ആ ഒരു പോയിന്റ് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി അപ്പോ വാട്ട് അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ബൈ വെയിറ്റ് എത്രയാണ്? ബൈ വെയിറ്റ് എത്രയാണ്? 92.7 എന്നും ചിലതിലുണ്ടാവും. ചിലപ്പോൾ 92 എന്ന് ചോദിച്ചാലും അതും കറക്റ്റ് ആൻസർ ആണ്. ഇനി വാട്ട് അബൌട്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ബൈ വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 94.7 ഓപ്ഷനിൽ കണ്ടാലും 95.2 ഓപ്ഷനിൽ കണ്ടാലും കറക്റ്റ് ആണ്. ഇനി ഇത് 2 ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ 95.2% നിങ്ങൾ സെലക്ട് ചെയ്യുക, അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ. ഈഥൈൽ ആൽക്കഹോളിൽ നമ്മൾ ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈഥൈൽ ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാം? ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൊളാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഷുഗർ കെയിൻ, ബീട്രൂട്ട്, ഗ്രേപ്സ്, ഫ്രൂട്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട് പൾപ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോൺസ്, ബാർലി, വീറ്റ്, റൈസ്, മൈസ്, പൊട്ടറ്റോ, അതുപോലെ വുഡ് ആൻഡ് വേസ്റ്റ്, സൾഫേറ്റ് ലിക്വിഡ്സ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ. Then what are the impurities seen in ethyl alcohol? Ethyl alcoholil എപ്പോഴും പ്രസന്റ് ആയിട്ടുള്ള impurities എന്ന് പറയുന്നത് ആസിഡ്സ് വരാം, ഫ്യൂസൽ ഓയിൽ വരാം, വാട്ടർ വരാം. സംടൈംസ് ഇതിനെ നമ്മൾ മീഥൈൽ ആൽക്കഹോളുമായിട്ട് മിക്സ് ആയിട്ടും കാണാറുണ്ട്. സോ മീഥൈൽ ആൽക്കഹോളും അതിന്റെ ഒരു അതിന്റെ ഒരു ഇമ്പ്യൂരിറ്റി ആണ്. സോ വാട്ട് ആർ ദി ഇമ്പ്യൂരിറ്റീസ്? ആൽക്കഹോളിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ആസിഡ്സ്, ഫ്യൂസൽ ഓയിൽ, വാട്ടർ, മീഥൈൽ ആൽക്കഹോൾ, ഇതൊക്കെയാണ് അതിന്റെ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈഥൈൽ ആൽക്കഹോൾ ഈസ് എത്തനോൾ ഓർ സ്പിരിറ്റ് ഓഫ് വൈൻ. കെമിക്കൽ ഫോർമുല എന്താണ്? കെമിക്കൽ ഫോർമുല C2H5OH. of OH. Then what about the molecular weight? 46.07. 46.07. അതിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? Distillation. ആൻഡ് ബൈ വോളിയം അതിൽ എത്ര പെർസെൻറ്റേജ് ഈഥൈൽ ആൽക്കഹോൾ പ്രസന്റ് ആയിട്ടുണ്ട്? അതായത് ആ ഒരു സ്കെയില് പറയാം കംപ്ലീറ്റ് ആയിട്ട്. 94.7-ൽ കുറയാതെ എന്നാൽ 95.2% കൂടാതെ അതിനകത്ത് ബൈ വോളിയം ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ബൈ വെയിറ്റ് നോക്കുമ്പോൾ 92 തൊട്ട് 92.7% ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. Then usable carbohydrates for the preparation of ethyl alcohol were molasses, sugarcane, beetroot, grapes, fruit juices, corn, barley, wheat, rice, maize, potato, wood and waste, sulfite, liquors. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ethyl alcohol പ്രിപ്പയർ ചെയ്യാം. Then what are the impurities? ആസിഡ് പ്രസന്റ് ആവാം, ഫ്യൂസൽ ഓയിൽ ചിലപ്പോൾ കണ്ടേക്കാം, വാട്ടർ അതിലുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആണ്. മീഥൈൽ ആൽക്കഹോൾ ഈസ് ഓൾസോ അനദർ ഇമ്പ്യൂരിറ്റി. ഓക്കെ.
നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ദ റെക്ടിഫൈഡ് സ്പിരിറ്റ് വിത്ത് ഫ്രഷ് ക്വിക്ലൈം or by the distillation of rectified spirit mixed up with little benzene. അതായത് രണ്ട് രീതിയിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഫ്രഷ് ക്വിക്ലൈമുമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓർ അല്ലെന്നുണ്ടെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ബെൻസീനുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കി അങ്ങനെയും നമുക്ക് അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കാം. സോ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡീഹൈഡ്രേഷൻ, രണ്ട് ഡിസ്റ്റിലേഷൻ എന്ന് ഓർത്ത് വെക്കാം. ഡീഹൈഡ്രേഷൻ ആയാലും ഡിസ്റ്റിലേഷൻ ആയാലും റെക്ടിഫൈഡ് സ്പിരിറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡീഹൈഡ്രേഷനിൽ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഫ്രഷ് ക്വിക്ലൈമുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. അടുത്ത പ്രോസസ്സിൽ ഡിസ്റ്റിലേഷനിലാണെങ്കിൽ ബെൻസീനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡിസ്റ്റിലേഷന് വിധേയമാക്കി അങ്ങനെ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ഇതിൽ നമ്മൾ ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് എത്രയാണ്? ബൈ വോളിയം നോക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ ദാറ്റ് ഈസ് 100% ആൽക്കഹോൾ എന്നാണ്. അബ്സല്യൂട്ട് ഇത് ഒരു കറക്റ്റ് ആൽക്കഹോൾ ആണ്. അതിൽ ആൽക്കഹോൾ കണ്ടന്റ് അത്രയും ഒത്തിരി ഉള്ളത് കൊണ്ടാണ് തന്നെ അബ്സല്യൂട്ട് 100% ആൽക്കഹോൾ ആണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. സോ ബൈ വോളിയം അത്രയും തന്നെ അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ, 99.4% ബൈ വോളിയം ആൻഡ് 99% ബൈ വെയിറ്റ് അതിനകത്ത് ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് വാട്ട് അബൌട്ട് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് അബൌട്ട് 0.795. ചില ടെക്സ്റ്റുകളിൽ 0.796 എന്നും കണ്ടിട്ടുണ്ട്. രണ്ടായാലും ശരി തന്നെയാണ്. സോ 0.795 ചിലയിടത്ത് എനിക്ക് തോന്നുന്നു IHMAയുടെ ഒക്കെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് 0.796 എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 0.795 ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്റ്റാഫ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്, അതായത് ഷുഗർ ഓഫ് മിൽക്കിന് നമ്മൾ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റാഫ് പ്രോസസ്. അപ്പൊ നമ്മൾ പഠിച്ചപ്പോഴേ പറഞ്ഞിരുന്നു സ്റ്റാഫ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതായിരുന്നു? അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. So this is about absolute alcohol, that is 100% pure alcohol or എന്ന് പറയുന്നതാണ് absolute alcohol, that is prepared by dehydration of rectified spirit with fresh quicklime, or second method by the distillation of rectified spirit mixed up with the benzene. Then what about എന്താ പറയാ ഈഥൈൽ ആൽക്കഹോൾ കണ്ടന്റ് എങ്ങനെയാണ്? 99.4% ബൈ വോളിയം ആൻഡ് ബൈ വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 99% ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി 0.795. It is used in staff process for the purification of sugar of milk. Okay. Next is dispensing alcohol. ഡിസ്പെൻസിങ് ആൽക്കഹോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബൈ ഡൈല്യൂട്ടിങ് 947 ml ഓഫ് സ്ട്രോങ് ആൽക്കഹോൾ ടു 1000 ml ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ. അതായത് 1000 ml എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ml എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ പ്യൂരിഫൈഡ് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് 947 ml, അതായത് 1 ലിറ്റർ തികച്ചില്ല, 947 ml മാത്രമേ ഉള്ളൂ സ്ട്രോങ് ആൽക്കഹോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആയി. അതായത് 1 ലിറ്റർ പ്യൂരിഫൈഡ് വാട്ടർ എടുക്കും, എന്നിട്ട് അതിലേക്ക് 947 ml ഓഫ് സ്ട്രോങ് ആൽക്കഹോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ഡിസ്പെൻസിങ് ആൽക്കഹോൾ എന്ന പേരിലേക്ക് മാറുന്നു, ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആയിട്ട് മാറുന്നു. ആൻഡ് ഇറ്റ് contains 91.4% of ethyl alcohol by volume, 91.4% ഓഫ് എന്തുണ്ട്? ഈഥൈൽ ആൽക്കഹോൾ അതിൽ പ്രസന്റ്. അതായത് 91 തൊട്ട് 92% വരെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ദ വാല്യൂ ഈസ് അപ്പൊ ആ ഒരു ഇടയ്ക്കുള്ള ഏതൊരു വാല്യൂ നമുക്ക് ഓപ്ഷനിൽ തന്നാലും നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. പക്ഷെ 91.4 ഓപ്ഷനിലുണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യാവൂ. 91.4%. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല ഡോക്ടർ.
ഒരു സെക്കൻഡ് ഞാൻ ഷെയർ ചെയ്യട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീന്? ഹലോ ഡോക്ടർ കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 91.4% ബൈ വോളിയം. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് ഡിസ്പെൻസിങ് ആൽക്കഹോളിന്റെ? 0.8289 മുതൽ 0.8319 വരെയാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദാറ്റ് ഈസ് 0.828 തൊട്ട് 0.828 തൊട്ട് 0.8319. ഓക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് അതിന്റെ ഡിസ്പെൻസിങ് ആൽക്കഹോളിനെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? ടിഞ്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെന്റിസിമൽ സ്കെയിലും ഡെസിമൽ സ്കെയിലും ടിഞ്ചേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50 മില്ലിസ്മൽ സ്കെയിലിന്റെ പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 50 മില്ലിസ്മൽ സ്കെയിലിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സോളിഡ് ടൈറ്റുറേഷൻസിനെ ലിക്വിഡ് പൊട്ടൻസീസ് ആക്കാനും നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ വേറൊരിടത്ത് നമ്മൾ സോളിഡ് ടൈറ്റുറേഷനെ ലിക്വിഡ് പൊട്ടൻസീസ് ആക്കുന്നത് പഠിച്ചു. അതെവിടെയാണ്? എവിടെയാ നമ്മൾ പഠിച്ചേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ പറയൂ, നമ്മൾ എവിടെയാണ് സോളിഡ് ടൈറ്റുറേഷനെ ലിക്വിഡ് പൊട്ടൻസീസ് ആക്കുന്ന പഠിച്ചത്? ഡിസ്റ്റിൽഡ് വാട്ടറിലാണോ? Distilled water.
യെസ്, ഡിസ്റ്റിൽഡ് വാട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പെൻസിങ് ആൽക്കഹോളും സോളിഡ് ടൈറ്റുറേഷനെ ലിക്വിഡ് പൊട്ടൻസീസ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓൾസോ 50 മില്ലിസ്മൽ സ്കെയിലിന്റെ പൊട്ടൻസീസ് പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടിഞ്ചേഴ്സിനെ ഡൈല്യൂട്ട് ചെയ്യാൻ നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ബോത്ത് സെന്റിസ്മൽ ആൻഡ് ഡെസിബൽ സ്കെയിൽ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് അബൌട്ട് 0.8289 മുതൽ 0.8319. Then it contains 91.4% by volume of ethyl alcohol. By volume ആണ് പറഞ്ഞത് 91.4% ഉണ്ടാകുമെന്ന് ethyl alcohol. Then preparation by diluting 947 ml of strong alcohol purified water with 1 liter of purified water. That is strong, അതായത് ഡിസ്പെൻസിങ് ആൽക്കഹോൾ പ്രിപ്പറേഷന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സ്ട്രോങ് ആൽക്കഹോൾ ആണ്. അതിനോടൊപ്പം പ്യൂരിഫൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പെൻസിങ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡൈല്യൂട്ട് ആൽക്കഹോൾ. ഡൈല്യൂട്ട് ആൽക്കഹോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന് നമ്മൾ സ്ട്രോങ് ആൽക്കഹോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 1 ലിറ്റർ പ്യൂരിഫൈഡ് വാട്ടറിൽ നേരത്തെ നമ്മൾ ഡിസ്പെൻസിങ്ങിന് ഉപയോഗിച്ചതിനെക്കാട്ടിലും കുറവ് എമൗണ്ട് ആണ് നമ്മൾ സ്ട്രോങ് ആൽക്കഹോൾ ഡൈല്യൂട്ട് ആൽക്കഹോളിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 632 ml ഓഫ് സ്ട്രോങ് ആൽക്കഹോൾ. ദാറ്റ് ഈസ് അര ലിറ്ററും കഴിഞ്ഞ് കുറച്ചുകൂടി എമൗണ്ട് ഓഫ് സ്ട്രോങ് ആൽക്കഹോൾ എടുത്ത് അതിനെ 1 ലിറ്റർ ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഡൈല്യൂട്ട്. അപ്പോൾ അത്രയും അതായത് വാട്ടർ എത്രയുണ്ട് അതിന്റെ നേരെ പകുതിയിൽ കുറച്ച് കൂടുതൽ മാത്രമാണ് ആൽക്കഹോൾ കണ്ടന്റ് അതിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൈല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്പം വാട്ടറിന്റെ പകുതിയേ ഉള്ളൂ, അപ്പം പകുതിയോളമായിട്ട് ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. ആൻഡ് പകുതി മാത്രമല്ല, കുറച്ചുകൂടി കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ 60% ബൈ വോളിയം ആണ് അതിന്റെ ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ്. അതിനൊരു ലിമിറ്റ് പറയുന്നുണ്ട് 59.5 മുതൽ 60.5 എന്ന്. അപ്പോൾ ഓപ്ഷനിൽ ഇനി 60% കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 60% ബൈ വോളിയം ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ദാറ്റ് ഈസ് 59.5 തൊട്ട് 60.5% ബൈ വോളിയം ഈഥൈൽ ആൽക്കഹോൾ ഡൈല്യൂട്ട് ആൽക്കഹോളിൽ പ്രസന്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9139 തൊട്ട് 0.9169 വരെയാണ്. ആൻഡ് ഓൾസോ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡൈല്യൂട്ട് ആൽക്കഹോൾ? ആഫ്റ്റർ ദി നമ്മളൊരു സോളിഡ് ടൈറ്റുറേഷനെ കൺവേർട്ട് ചെയ്തു, അതായത് ഒരു 6x പൊട്ടൻസി വരെ നമ്മൾ ഉണ്ടാക്കി. ഇനി 6xൽ നിന്ന് അതിനെ 8xലേക്ക് പോകുമ്പോൾ അതാണ് നമ്മൾ ജമ്പിങ് പൊട്ടൻസി എന്ന് പറയുന്നത്. 6xൽ നമുക്ക് ഡയറക്റ്റ് 7x ഉണ്ടാക്കാൻ പറ്റത്തില്ല, നേരെ 8xലേക്കാണ് പോകുന്നത്. സോ അവിടെ നമ്മൾ 8x ഉണ്ടാക്കി അതിന്റെ ഹയർ പൊട്ടൻസീസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു HPI, ദാറ്റ് ഈസ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ പ്രകാരമാണ് ഈ ഒരു സംഭവം, ഈ ഒരു ജമ്പിങ് പൊട്ടൻസി അടുത്ത ഹയർ പൊട്ടൻസീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. Then dilute alcohol is also used to the preparation of 1x and 1c potencies from the mother tincture prepared according to old Hahnemannian method. അതായത് ഓൾഡ് ഹാനിമാൻ മെത്തേഡ്സ് നോക്കിക്കഴിയുമ്പോൾ അതിൽ നമ്മൾ ഡെസിമൽ സ്കെയിലായാലും സെന്റിസിമൽ സ്കെയിലായാലും 1x 1c പൊട്ടൻസീസ് പ്രിപ്പറേഷന് യൂസ് ചെയ്തിരുന്നത് ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണ്. ആൻഡ് ഓൾസോ ഇവാപറേറ്റിംഗ് ആയിട്ടുള്ള ലോഷൻസ്, അതുപോലെ തന്നെ ലാബ് യൂട്ടിൻസിൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈല്യൂട്ട് ആൽക്കഹോൾ ആണ്. സോ മെനി യൂസസ് ആർ ദെയർ ഫോർ ഡൈല്യൂട്ട് ആൽക്കഹോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ എന്താ പറയുക ഹയർ പൊട്ടൻസീസ്. ഓക്കെ, ഹയർ പൊട്ടൻസീസിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഓൾഡ് ഹാനിമാൻ മെത്തേഡിൽ മദർ ടിഞ്ചർ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലീൻസിങ് ഓഫ് യൂട്ടൻസിൽസ്, ഇവാപറേറ്റിംഗ് ലോഷൻസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഡൈല്യൂട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൂഫ് സ്പിരിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ലീഗലി ഡിഫൈൻഡ് ആസ് ബീയിങ് എ സ്പിരിറ്റ് which at a temperature of 51 degree Fahrenheit shall weigh exactly 12/13 of weight of an equal measure of the distilled water. ഓക്കെ, അതായത് ലീഗലി പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 51 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിൽ നമ്മൾ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ ഒരു എന്താ പറയാ അതിലുള്ള പ്യൂരിഫൈഡ് വാട്ടർ എത്രയാണോ ആ പ്യൂരിഫൈഡ് വാട്ടർ 13
പാർട്ട് പ്യൂരിഫൈഡ് വാട്ടർ ആണെങ്കിൽ അതിൽ 12 പാർട്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് കാണും. അങ്ങനെയുള്ള സ്പിരിറ്റിനെയാണ് അറ്റ് 51 ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെയുള്ള സ്പിരിറ്റിനെയാണ് ലീഗലി പ്രൂവ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 0.919. ഓക്കെ, 0.91976 ആണ്. 0.919 ആണ് അതിന്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടൈൻസ് 57.1% of ethyl alcohol by volume and 49.28% of ethyl alcohol by weight. അപ്പൊ പ്രൂവ് സ്പിരിറ്റില് ബൈ വോളിയം നോക്കുകയാണെങ്കിൽ 57.1% ഈഥൈൽ ആൽക്കഹോൾ ഉണ്ട്. എന്നാൽ ബൈ വെയിറ്റ് നോക്കുകയാണെങ്കിലോ 49.28% വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ എന്താ പറയുക, അതിലുള്ള ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ പ്രൂഫ് സ്പിരിറ്റിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. അണ്ടർ പ്രൂഫും വരുന്നുണ്ട്, ഓവർ പ്രൂഫും വരുന്നുണ്ട്. ഇപ്പൊ വീക്കർ ആയിട്ടുള്ള സ്പിരിറ്റ്സിനെ നമ്മൾ, അതായത് ഈ ഒരു 57.1 നമ്മളിപ്പോ കുറച്ചു 2 പാരാമീറ്റേഴ്സ് മുകളിൽ പറഞ്ഞല്ലോ. ബൈ വോളിയം 57.1% ഉണ്ട്, ബൈ വെയിറ്റ് 49.28% ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിന് താഴെ ആയിട്ടുള്ള സ്ട്രെങ്തിൽ വരുന്നതെല്ലാം അണ്ടർ പ്രൂഫും, അതിന് എബോവ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെങ്തിൽ വരുന്നുണ്ടെങ്കിൽ ദേ ആർ നോൺ ആസ് ഓവർ പ്രൂഫ് എന്ന് പറയുന്നു. So the weaker spirits are termed as underproof and the stronger spirits are termed as overproof. Okay, so this is about proof spirit. It is legally defined as being a spirit which is at the temperature of 51 degree Fahrenheit. So temperature 51 degree Fahrenheit ലാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. which exactly weigh exactly 12/13 of the weight of an equal measure of distilled water, and the specific gravity is 0.91976, contains 57.1% of ethyl alcohol by volume and 49.28% of ethyl alcohol by weight. ഈ മെഷർമെന്റിൽ കൂടിക്കഴിഞ്ഞാൽ that is known as overproof, and low ആയിട്ട് വന്നാൽ that is known as underproof. Okay. Next is glycerin. Glycerin എന്താണ്? ഗ്ലിസറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C3H8OH. C3H8OH ആണ് ഗ്ലിസറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളൊരു ചെയിൻ ആയിട്ട് വരയ്ക്കണമെങ്കിൽ CH2OH, CHOH, CH2OH. ഓക്കെ, ദാറ്റ് ഈസ് 3 കാർബണും 8 ഹൈഡ്രജനും 3 ഓക്സിജനും ചേർന്നിട്ടാണ് ഗ്ലിസറിൻ ഫോം ചെയ്തിരിക്കുന്നുള്ളത്. Then molecular weight is about 92.09, boiling point 290 degrees Celsius ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.26 ആണ്. സിന്തറ്റിക് ആയിട്ട് ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? സിന്തറ്റിക് ആയിട്ട് പറയൂ. സിന്തറ്റിക് ആയിട്ട് ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രൊപ്പിലിൻ. ഓക്കെ, പ്രൊപ്പിലിൻ യൂസ് ചെയ്തിട്ടാണ് സിന്തറ്റിക് ആയിട്ട് ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യുന്നത്. Then what are the uses of glycerin? It is used for the preservation of poisonous animal. നമ്മൾ ഇന്നലെ പഠിച്ചു വെനംസ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ഏതിലാണ്? ഗ്ലിസറിനിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ സ്നേക്ക് വെനംസും പോയിസണസ് ആനിമൽ പ്രോഡക്ട്സും ഒക്കെ പ്രിസർവ് ചെയ്യുന്നത് ഗ്ലിസറിനിലാണ്. അതുപോലെ തന്നെ ഗ്ലിസറോൾസ്, ലോഷൻസ്, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷന് നമ്മൾ ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച് ഉണ്ടാക്കാൻ നമുക്ക് ഗ്ലിസറിൻ വേണം. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ പഠിച്ചു ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച് റേഷ്യോ 1:8 എന്നൊക്കെ പഠിച്ചു. അപ്പൊ അതിൽ ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ചിൽ നമുക്ക് ഗ്ലിസറിൻ വേണം അതിന്റെ പ്രിപ്പറേഷന്. ഓൾസോ ലോഷൻസിന്റെ പ്രിപ്പറേഷന് നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട്. എപ്പിസ് മെല്ലിഫിക്ക, ടാരൻഡുല പോലുള്ളവയുടെ ഒരു മദർ ടിഞ്ചർ പ്രിപ്പറേഷനും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സിന്തറ്റിക് ആയിട്ട് പ്രൊപ്പലിൻ യൂസ് ചെയ്തിട്ടാണ് ഗ്ലിസറിൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല? C3H8O3. Molecular weight is 92.09. Boiling point is 290 degrees Celsius. Then specific gravity is 1.26. Then usage for the preservation of poisonous animal products and venoms of the snake. Then used for the preparation of glycerols and lotions. Used for the preparation of mother tincture of Apis mellifica, tarantula, etc. Then the next one is ഓയിൽസ്. ഇനി നമ്മൾ ലിക്വിഡ് വെഹിക്കിൾസിൽ കുറേ ഓയിൽസ് പഠിച്ചു. അതിൽ ആദ്യത്തെ 4 ഫിക്സഡ് ഓയിൽസ് ആണ്. പിന്നെ വരുന്നതെല്ലാം വോളട്ടൈൽ ഓയിൽസ് ആണ്. സോ ഓയിൽസിൽ ഫസ്റ്റ് ഒലിവ് ഓയിൽ
സെസൈം ഓയിൽ, ആൽമണ്ട് ഓയിൽ, ചോൾമോഗ്ര ഓയിൽ, ഇതെല്ലാം ഫിക്സഡ് ഓയിലാണ്. ഇതിൻ്റെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെക്കുക. ഒലിവ് ഓയിലിൻ്റെത് 0.910 തൊട്ട് 0.9, ആൻഡ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്തിരിക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഒലിവ് ഓയിൽ ഈസ് അബൌട്ട് 0.910 മുതൽ 0.913. അടുത്തത് സെസൈം ഓയിലിലേക്ക് വരുമ്പോൾ അതും ഫിക്സഡ് ഓയിലാണ്. 0.916 മുതൽ 0.921. ആൽമണ്ട് ഓയിലിലേക്ക് വരുമ്പോൾ 0.910 തൊട്ട് 0.915 ആണ്. ആൻഡ് ചോൾമോഗ്ര ഓയിൽ ഈസ് ഓൾസോ എ ഫിക്സഡ് ഓയിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓയിൽസ്, നമ്മൾ ലെവൻഡർ ഓയിൽ, റോസ്മേരി ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇതെല്ലാം വോളറ്റൈൽ ഓയിൽസ് ആണ്. ഓക്കെ, ഈ 4 എണ്ണം മാത്രമാണ് നമുക്ക് ഫിക്സഡ് ഓയിൽ കാറ്റഗറിയിൽ പെടുന്നത്. സോ അത് തിരിഞ്ഞു പോകരുത്. ഫിക്സഡ് ഓയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒലിവ് ഓയിൽ, സെസൈം ഓയിൽ, ആൽമണ്ട് ഓയിൽ, ചോൾമോഗ്ര ഓയിൽ. ബാക്കി ഏതൊരു ഓയിൽ ആയാലും അതെല്ലാം വോളറ്റൈൽ ഓയിൽസ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. ഈ ഫിക്സഡ് ഓയിൽസിന്റെയൊക്കെ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് സെമി സോളിഡ് വെഹിക്കിൾസ്. അപ്പൊ നമ്മൾ സോളിഡ് വെഹിക്കിൾസ് എന്താണെന്നും അതിന്റെ കുറെ എന്താ പറയുക കാറ്റഗറൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ സോളിഡ് വെഹിക്കിൾസ് കഴിഞ്ഞു, ലിക്വിഡ് വെഹിക്കിൾസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി സോളിഡ് വെഹിക്കിൾസ് ആണ്. സെമി സോളിഡ് വെഹിക്കിൾസ് ആർ ദ വെഹിക്കിൾസ് ദാറ്റ് ആർ സെമി സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ സെമി സോളിഡ് ആയിട്ട് നിലകൊള്ളുന്ന വെഹിക്കിൾസിനെയാണ് നമ്മൾ സെമി സോളിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആദ്യത്തേതായിരുന്നു പാരഫിൻ ഹാർഡിനെയാണ് പാരഫിനം ഡ്യൂറം, പാരഫിനം വാക്സ് എന്നൊക്കെ പറയുന്നു. അതിന്റെ സോഴ്സ് എന്താണ്? പെട്രോളിയം ആണ്. നമുക്ക് ഓയിൻമെന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൻമെന്റ്സിന്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാരഫിൻ ഹാർഡ് എന്ന് പറയുന്നത്. ദെൻ യെല്ലോ സോഫ്റ്റ് പാരഫിൻ എന്താന്ന് നോക്കാം. സോഫ്റ്റ് പാരഫിനിലേക്ക് വരുമ്പോൾ യെല്ലോ സോഫ്റ്റും ഉണ്ട്, വൈറ്റ് സോഫ്റ്റും ഉണ്ട്. യെല്ലോ സോഫ്റ്റ് പാരഫിനെയാണ് നമ്മൾ പെട്രോളൈറ്റം, ആംബർ പെട്രോളൈറ്റം, യെല്ലോ പെട്രോളൈറ്റം, പെട്രോളിയം ജെല്ലി, പാരഫിൻ ജെല്ലി, പാരഫിനിയം മൊളെ, ഫ്ലേവം, ഇങ്ങനെ കുറേ സിനോണിംസ് യെല്ലോ സോഫ്റ്റ് പാരഫിനുണ്ട്. അതിനും നമ്മൾ ഓയിൻമെന്റ്സിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എമോളിയന്റ് കൂടിയാണ് യെല്ലോ സോഫ്റ്റ് പാരഫിൻ എന്ന് പറയുന്നത്. വൈറ്റ് സോഫ്റ്റ് പാരഫിൻ എന്ന് പറയുന്നതും അതിനും കുറേയേറെ സിനോണിംസ് ഉണ്ട്. വൈറ്റ് പെട്രോളൈറ്റം, വൈറ്റ് പെട്രോളിയം ജെല്ലി, പാരഫിനിയം മൊളെ ആൽബം, അതും നമ്മൾ സെറേറ്റ്സിലും ഓയിൻമെന്റ്സിലും എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ബേൺ ഡ്രസ്സിങ്സിന്റെ ഒക്കെ ഒരു ബേസിസ് ആയിട്ട്, അതായത് ബേൺസ് പൊള്ളലൊക്കെ വരുമ്പോൾ അതിനെ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഒരു വൈറ്റ് സോഫ്റ്റ് പാരഫിൻ അതിനൊരു ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്വിഡ് പാരഫിൻ പറയുന്നുണ്ട്. ലിക്വിഡ് പാരഫിനിന്റെ സിനോണിംസ് ആണ് മിനറൽ ഓയിൽ, ലിക്വിഡ് പെട്രോളൈറ്റം, വൈറ്റ് മിനറൽ ഓയിൽ, ഹെവി ലിക്വിഡ് പെട്രോളൈറ്റം, ഇങ്ങനെ കുറേ പേരിൽ അത് അറിയപ്പെടുന്നു. ഐ ഓയിൻമെന്റ്സിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ലിക്വിഡ് പാരഫിൻ യൂസ് ചെയ്യുന്നത്. സോ പാരഫിൻ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എല്ലാം ഏറെക്കുറെ ഓയിൻമെന്റ്സിന്റെ ബേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നത്, യെല്ലോ സോഫ്റ്റ് പാരഫിൻ നല്ലൊരു ഗുഡ് എമോളിയന്റ് ആണ്. വൈറ്റ് സോഫ്റ്റ് പാരഫിൻ നമ്മൾ സെറൈറ്റ്സിന്റെ ബേസ് ആയിട്ടും യൂസ് ചെയ്യുന്നു, ബേൺസിന്റെ ഡ്രസ്സിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. ഐ ഓയിൻമെന്റ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ലിക്വിഡ് പാരഫിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാക്സ്. ബി വാക്സിലേക്ക് പോവാണ്. ബി വാക്സ് പറയുമ്പോൾ വൈറ്റ് ബി വാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഈസ് ദ കമ്പോണന്റ് ഓഫ് സെറൈറ്റ്സ് ആൻഡ് ഓയിൻമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സെറൈറ്റ്സിന്റെയും ഓയിൻമെന്റ്സിന്റെയും കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ലെനോളിൻ. ലെനോളിൻ എന്ന് പറയുന്നത് വൂൾ ഫാക്ട് അല്ലെങ്കിൽ അഡിപ്സ് ലെനെ എന്നാണ് അതിന്റെ സിനോണിം. ഓക്കെ, ലെനോളിൻ എന്ന് പറയുമ്പോൾ വൂൾ ഫാക്ട് എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ലെനോളിൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോഴ്സ് എന്താണ്? വൂൾ ഓഫ് ഷീപ്പ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ഇൻ വാട്ടർ അബ്സോർബിൾ ഓയിൽസ്. ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് ഫ്രം ദ സ്കിൻ. ഓക്കെ, അതായത് ഓയിൻമെന്റ്സിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ലെനോളിൻ. അതിന്റെ സോഴ്സ് ഷീപ്പിന്റെ വൂളിൽ നിന്നാണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഇമോളിയൻ. അപ്പൊ നമ്മൾ 2 ഇമോളിയൻസ് ഇവിടെ പഠിച്ചു. ഒന്ന് ലെനോളിനും മറ്റൊന്ന് ഏതായിരുന്നു? യെല്ലോ സോഫ്റ്റ് പാരഫിൻ. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കുക. Then the next is spermaceti. Spermaceti is സെറ്റേക്കം അല്ലെങ്കിൽ എസ്പെർമ ഡീബെല്ലൈന എന്നൊക്കെ പറയുന്നതാണ് സ്പെർമസെറ്റൈ. സ്പെർമസെറ്റൈ എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, സ്പേം വെയിൽ എന്നാണ് നമ്മൾ
സ്പേം വെയിലിന്റെ ഹെഡ് അല്ലെങ്കിൽ ബ്ലബറി എന്നാണ് നമ്മൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് കൺസിസ്റ്റൻസി ടു സെറൈറ്റ്സ് ആൻഡ് ഓയിൻമെന്റ്. സെറൈറ്റ്സിനും ഓയിൻമെന്റ്സിനും കൺസിസ്റ്റൻസി കൊടുക്കാനാണ് സ്പെർമസെറ്റ യൂസ് ചെയ്യുന്നത്. ഓൾസോ നമ്മൾ സെറൈറ്റ്സിന്റെ പ്രിപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെർമസെറ്റ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ദെൻ പ്രിപ്പയർഡ് ലേർഡ്. പ്രിപ്പയർഡ് ലേർഡ് എന്ന് പറയുന്നത് അഡിപ്സ് ലേർഡ് ആണ്. അഡിപ്സ് ലെനെ ആണെങ്കിൽ അത് ലെനോളിൻ ആണ്. അഡിപ്സ് ലാഡ് ആണെങ്കിൽ അത് പ്രിപ്പയർഡ് ലേർഡ് ആണ്. ഇറ്റ് ഈസ് അതിന്റെ സോഴ്സ് എന്താണ്? ഇന്റേണൽ ഫാറ്റ്, പ്യൂരിഫൈഡ് ഇന്റേണൽ ഫാറ്റ്. ഏതിന്റെ പ്യൂരിഫൈഡ് ഇന്റേണൽ ഫാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെയർ ഓഫ് ദ അബ്ഡമൻ ഓഫ് ദ ഹോഗ്. ഹോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോഗ് എന്താണ്? ഹോഗ് നമ്മൾ ഈ പിഗ് ഇല്ലേ, ഹോഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പിഗ് ആണ്. അതിന്റെ ഫ്ലെയർ എന്നാണ്, അതിലുള്ള ഒരു തരം കൊഴുപ്പിൽ നിന്നിട്ടാണ് നമ്മൾ പ്രിപ്പയർഡ് ലാഡ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ദ ഇൻഗ്രീഡിയന്റ് ഇൻ ദ ഓയിൻമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഐസിൻഗ്ലാസ്. ഐസിൻഗ്ലാസ് അഥവാ തിയോകോളിയ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേര്. അത് നമ്മൾ ഇറ്റ് ഈസ് എ കൊളാജൻ ഡിറൈവ്ഡ് ഫ്രം തിൻ inner silver shiny layer of the air bladder of some fishes such as sturgeon, അക്കിപ്പെൻസർ, ഹുസോ, ഇതുപോലുള്ള ചില ഫിഷസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന കൊളാജൻ, ആ കൊളാജനിൽ നിന്നാണ് നമ്മൾ ഐസിൻഗ്ലാസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ കമ്പോണന്റ് ഓഫ് പ്ലാസ്റ്റർ. ഇതെല്ലാം ഏതിന്റെ കമ്പോണൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പ്ലാസ്റ്ററിന്റെ കമ്പോണന്റ് ആവുന്നത് ഏതാണ്? ഐസിൻഗ്ലാസ് ആണ്. ഓൾസോ സോഴ്സും ഓർത്തിരിക്കുക. സോപ്പിലേക്ക് വരുമ്പോൾ വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോപ്പ്. സോഫ്റ്റ് സോപ്പ്, ഹാർഡ് സോപ്പ്, കർഡ് സോപ്പ്. സോഫ്റ്റ് സോപ്പ് എന്താണ്? ഇറ്റ് ഈസ് അതിന്റെ സോഴ്സ് എന്ന് പറയുമ്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെയും അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ സോഡിയം ഹൈഡ്രോക്സൈഡോ, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ആവാം. ഇത് രണ്ടും രണ്ട് ആൽക്കലീസ് ആണ്. ഈ രണ്ട് ആൽക്കലീസിനെ നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാറ്റി ആസിഡ്സുമായിട്ടോ മറ്റേതെങ്കിലും ഓയിൽസുമായിട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സോപ്പാണ് സോഫ്റ്റ് സോപ്പ് അഥവാ സാപ്പോമോളിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാപ്പോമോളിസിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിനെ ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റ്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു. സോപ്പ് ലിനമെന്റ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഹാർഡ് സോപ്പ്. ഹാർഡ് സോപ്പ് ഈസ് സാപ്പോഡ്യൂറസ്. സാപ്പോഡ്യൂറസ് എന്ന് പറയുമ്പം നമ്മൾ ഇതുപോലെ തന്നെ ഫാറ്റ്സ് ഓർ ഓയിൽസ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോഡിയം സാൾട്ട് ഓഫ് ദ ഫാറ്റി ആസിഡ്. അപ്പോൾ ഹാർഡ് സോപ്പിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഫാറ്റുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽസുമായിട്ടോ മിക്സ് ചെയ്തിട്ടാണ് ഹാർഡ് സോപ്പ് അഥവാ സാപ്പോഡ്യൂറസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് സോഡിയം സാൾട്ടുകൾ എന്താണ് പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കർഡ് സോപ്പ് അഥവാ സാപ്പോ ആനിമാലിസ്. ഓക്കെ, അപ്പോൾ സാപ്പോ ആനിമാലിസ് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് സോഡ ആൻഡ് പ്യൂരിഫൈഡ് ആനിമൽ ഫാറ്റ്. ഓക്കെ, സോഡയും പ്യൂരിഫൈഡ് ആനിമൽ ഫാറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കേർഡ് സോപ്പ് ഉണ്ടാകുന്നത്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിന്റെ പേരാണ് സ്റ്റിയറിൻ. സോ ഈ സ്റ്റിയറിൻ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസിന്റെ ബേസിസിലാണ് ഈ കേർഡ് സോപ്പ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ സോഡ മിക്സ്ഡ് വിത്ത് പ്യൂരിഫൈഡ് ആനിമൽ ഫാറ്റ് ആണ് കേർഡ് സോപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബാർ ലോണ്ടറി സോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഈ കേർഡ് സോപ്പാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ഒപ്പോഡെൽടോക്സ്. ഒപ്പോഡെൽടോക്സിന്റെ കമ്പോണന്റ് ആണ് കേർഡ് സോപ്പ്. സോപ്പ് ലിനമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സോപ്പാണ്. പ്ലാസ്റ്റേഴ്സിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നത് ഐസിൻഗ്ലാസ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ഐ ഓയിൻമെന്റ്സ് ഉണ്ടാക്കാൻ ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കുന്നു. ബേൺ ഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യുന്നത് വൈറ്റ് സോഫ്റ്റ് പാരഫിൻ ആണ്. അതുപോലെ ഇമോളിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് യെല്ലോ സോഫ്റ്റ് പാരഫിനും അതുപോലെ തന്നെ ലെനോളിനുമാണെന്നുള്ളത് ഓർക്കുക. പിന്നെ പാരഫിനും ബി വാക്സും ഒക്കെ ബേസിക്കലി ഓയിൻമെന്റ്സിന്റെ ബേസ് ആണെന്നുള്ളത് ഓർക്കുക. അതുപോലെ പ്രിപ്പയർഡ് ലേർഡും നമ്മൾ ഓയിൻമെന്റ്സിന്റെ ബേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെറൈറ്റ്സിൽ യൂസ് ചെയ്യുന്നത് സ്പെർമാസിറ്റ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ഒപ്പോഡെൽടോക്സിന്റെ കമ്പോണന്റ് ഏതാണ്? കേർഡ് സോപ്പാണ്. സാപ്പോ അനിമാലിസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ ലോണ്ടറി സോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? കേർഡ് സോപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് സെമി സോൾഡ് വെഹിക്കിൾ ഈസ് സ്റ്റാർച്ച് ഓർ അമൈലം. അതിന്റെ സോഴ്സ് ഗ്രെയിൻ ഓഫ് ദ മൈസ്, ഗ്രെയിൻ ഓഫ് ദ വീറ്റ്, ട്യൂബേഴ്സ് ഓഫ് പൊട്ടറ്റോ,
അല്ലെങ്കിൽ റൈസ്, ഇതൊക്കെയാണ് അതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കമ്പോണന്റ് ഓഫ് ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ച് ആൻഡ് ഇറ്റ് ഹാസ് അബ്സോർബന്റ് ആൻഡ് ഡിമൾസന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലിസറോൾ ഓഫ് സ്റ്റാർച്ചിന്റെ ഒരു സോഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് നമുക്ക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. Then the next topic is phytochemistry. So phytochemistry-യിലേക്ക് പോകുമ്പോൾ what do you mean by phytochemistry? Phytochemistry means it constitutes the active principles of plant drugs. നമുക്ക് പ്ലാന്റ്സ് എടുക്കുന്ന എല്ലാ ഡ്രഗ്സിനും അത് പ്രവർത്തിക്കുന്നത് അതിലുള്ള ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ആ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, അതായത് ഒരു ഫാർമക്കോഡൈനാമിക് ആക്ഷൻ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അതിലുണ്ടാവും. ആൻഡ് ആ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് ആണ് ആ ഒരു ഡ്രഗിന് അതിന്റെ ആ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് കൊടുക്കുന്നത്. അതുമായിട്ട് ഡീൽ ചെയ്ത് പഠിക്കുന്ന സെക്ഷനെയാണ് നമ്മൾ ഫൈറ്റോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഫസ്റ്റ് വരുന്ന ഒന്നാണ് ഗ്ലൈക്കോസൈഡ്സ്. ഗ്ലൈക്കോസൈഡ്സ് എന്താണ്? ദേ ആർ നോൺ റെഡ്യൂസിങ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. ദേ ആർ ക്രിസ്റ്റലൈൻ ആണ്, അമോർഫസ് ആണ്, സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. ഇനി കുറച്ച് ഗ്ലൈക്കോസൈഡ്സ് നമുക്ക് നോക്കാം. ഡിജിറ്റാലിസിലുള്ള ഗ്ലൈക്കോസൈഡ്സ് ഏതൊക്കെയാണ്? പറയൂ. ഈ ഗ്ലൈക്കോസൈഡ്സ് എല്ലാം IN, അതായത് ഇൻ എന്ന് പറയുന്നതിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിജിറ്റാലിസിലുള്ള ഗ്ലൈക്കോസൈഡ്സ് ഏതൊക്കെയാണ്? പറഞ്ഞേ. What are the glycosides seen in digitalis? Hello? ഡിജിറ്റോക്സിൻ, Digitoxin, Digoxin, digoxin, Digitalis. So 3 ഗ്ലൈക്കോസൈഡ്സ് ആണ് നമുക്ക്. അപ്പൊ ഗ്ലൈക്കോസൈഡ്സ് ആണെങ്കിൽ അത് IN-ലായിരിക്കും അവസാനിക്കുക. സോ 3 ഗ്ലൈക്കോസൈഡ്സ് ആണ് ഡിജിറ്റാലിസിലുള്ളത്. വിച്ച് ഈസ് ദ ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ഇൻ മെസീറിയം? മെസീറിയത്തിലുള്ളത് ഏതാണ്? ഡാഫിൻ ആണ് മെസീറിയത്തിലുള്ളത്. സിങ്കോണയിലുള്ളതോ? സിങ്കോണ, ക്വിനോവിൻ. ഏസ്കുലസിലുള്ളത്? എസ്കുലേറ്റിൻ. റൂട്ടാഗ്രേവിയോളൻസിലുള്ളത് ഏതാണ് ഗ്ലൈക്കോസൈഡ്? റൂട്ടിൻ. തൂജയിലുള്ളത്? തൂജിൻ, തുജറ്റിൻ ആൻഡ് തൂജനിൻ. അപ്പൊ തൂജയിലും ഡിജിറ്റാലിസിലും 3 ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റോക്സിൻ, ഡിഗോക്സിൻ, ഡിജിറ്റാലിൻ. തൂജയില് തൂജിൻ, തൂജറ്റിൻ ആൻഡ് തൂജനിൻ. റൂട്ട, റൂട്ടിൻ. എസ്കുലസ്, എസ്കുലേറ്റിൻ. സിങ്കോണ, ക്വിനോവിൻ. മെസീറിയം, ഡാഫിൻ. ഓക്കെ, സോ ഡാഫിൻ ഈസ് ദ ഗ്ലൈക്കോസൈഡ് പ്രസന്റ് ഇൻ വിച്ച് ഡ്രഗ്? ഡാഫിൻ ഏതിലാണ്? മെസീറിയ. ഇമ്പോർട്ടന്റ് ആണ്. ഡാഫിൻ മെസീറിയത്തിലുള്ളതാണ്. ഓക്കെ, ടാനിൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ കോംപ്ലക്സ് ഓർഗാനിക് നോൺ നൈട്രോജീനസ് ഫീനോളിക് കോമ്പൗണ്ട്സ് ആണ് ടാനിൻസ് എന്ന് പറയുന്നത്. അതായത് അവ തന്നെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഹൈഡ്രോളൈസബിൾ ഉണ്ട്, കണ്ടൻസൻ ഉണ്ട്, സീഡോടാനിൻസ് ഉണ്ട്. ഹൈഡ്രോളൈസബിൾ കണ്ടൻസിന് എക്സാമ്പിൾ ആണ് ഹെമാമെലിസും റിയവും. കണ്ടൻസഡിന് എക്സാമ്പിൾ ആണ് സിനമോണും സിങ്കോണയും. സ്യൂഡോടാനിൻസിന് എക്സാമ്പിൾ ആണ് നെക്സ്വമിക്കയും ഇപ്പിക്കാക്കും. ഓക്കെ, അതാണ് ടാനിൻസ്. ദേ ആർ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് നോൺ നൈട്രോജീനസ്. ദേ ആർ നോൺ നൈട്രോജീനസ്. അവ നോൺ നൈട്രോജീനസ് ആണ് ടാനിൻസ്. ഓക്കെ, നമ്മൾ ഗ്ലൈക്കോസൈഡ്സ് ആണെങ്കിലോ? ഗ്ലൈക്കോസൈഡ്സ് നൈട്രോജീനസ് ആണ്. ദേ ആർ നോൺ റെഡ്യൂസിങ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. whereas tannins are non-nitrogenous organic substances ആണ്. ഓക്കെ, ഹൈഡ്രോളൈസബിൾ ടാനിൻസിലാണ് നമുക്ക് റിയവും ഹെമാമെലിസും. കണ്ടൻസ്ഡ് ടാനിൻസിൽ നമുക്ക് സിനമോണും സിങ്കോണയുമാണ്. സ്യൂഡോടാനിൻസിലെ നെക്സ്വമിക്ക ആൻഡ് ഇപ്പിക്കാക്. നെക്സ്റ്റ് ഈസ് റെസിൻസ്. റെസിൻസ് ആർ ദ പ്ലാന്റ് എക്സുഡേറ്റ്സ്. പ്ലാന്റ് എക്സുഡേറ്റ്സ് ആണ് റെസിൻസ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഒരെണ്ണം പറയുന്നുണ്ട്, ഷെല്ലാക്ക് ഓർ ലാക്ക് എന്ന് പറയുന്നത്. അതൊരു ലാക്ക് ഇൻസെക്റ്റിൽ നിന്നുള്ളൊരു റെസിൻ ആണ്. അതൊഴിച്ച് ബാക്കി നമുക്കുള്ള റെസിൻസ് എല്ലാം പ്ലാന്റ് എക്സുഡേറ്റ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ റെസിൻസ് ഓളട്ടൈൽ ഓയിൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടാൽ അതിനെ ഒലിയോ റെസിൻസ് എന്നും, ഓളട്ടൈൽ ഓയിൽസുമായിട്ടും ഗമ്മുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് കണ്ടാൽ അതിനെ നമ്മൾ ഒലിയോ ഗം റെസിൻസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ റെസിൻസിൽ നമ്മൾ ബെൻസോയിക് ആസിഡോ അല്ലെങ്കിൽ സിനാമിക് ആസിഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എസ്റ്റേഴ്സോ പ്രസന്റ് ആയാൽ അതിനെയാണ് നമ്മൾ ബാൽസംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് റെസിൻസ് പ്രസന്റ് along with volatile oil they are known as oleoresins.
volatile oil plus gums ആണെങ്കിൽ they are known as oleogum resins, and if they present benzoic acid, cinnamic acid and other esters present ആണെങ്കിൽ അതാണ് നമ്മൾ ബാൽസാംസ് എന്ന് പറയുന്നത്. ഗം റെസിൻസിന് എക്സാമ്പിൾ ആണ് അസഫോറ്റിഡ. അതുപോലെ തന്നെ ബാൽസാംസിലാണ് നമുക്ക് ബാൽസാമം പെറൂവിയാനം ഒക്കെ പറയാം. അതുപോലെ ലിഗ്നാൻ എന്ന് പറയുന്ന റെസിൻസിന്റെ ഒരു കാറ്റഗറിയാണ്. അതിന് എക്സാമ്പിൾ ആണ് പോഡോഫില്ലത്തിലുള്ള പോഡോഫില്ലോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റെസിൻസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ചില ഇതിന്റെ എക്സാമ്പിൾസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഗ്ലൈക്കോസൈഡ് മെസ്സീറിയത്തിലുള്ളത് ഡാഫിൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ചിലതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനിത് വളരെ സ്പീഡി ആയിട്ട് പോകുന്നത്. പിന്നെ ആൽക്കലോയിഡ്സ് നൈട്രോജനസ് സബ്സ്റ്റൻസ് ആണ്. വേറെ ടാനിൻസ് ആർ നോൺ നൈട്രോജനസ് സബ്സ്റ്റൻസ്, ദേ ആർ ലെസ് ആൽക്കലൈൻ ഇൻ ആക്ഷൻ. അതുപോലെ തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഓഫ് പ്ലാന്റ് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ബെല്ലഡോണയിൽ വരുന്ന ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? ബെല്ലഡോണയിൽ വരുന്ന ആൽക്കലോയിഡ്സ് അട്രോപ്പിനും എപ്പട്രോഫിനുമാണ്. അട്രോപ്പിൻ എന്ന് പറയുന്നത് ബെല്ലഡോണയിലുള്ള ആൽക്കലോയിഡ് ആണെന്ന് ഓർത്തിരിക്കുക. മറ്റേ പേരിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, അട്രോപ്പിൻ ഓർത്തിരിക്കുക. അട്രോപ്പിൻ ഈസ് ദ ആൽക്കലോയിഡ് പ്രസന്റ് ഇൻ ബെല്ലഡോണ. അതുപോലെ ഹയോസയാമസിലാണ് ഹയോസയാമിനും സ്ട്രമോണിയത്തിലാണ് ഹയോസൈനും. അതുപോലെ തന്നെ സിങ്കോണയിൽ ക്വിനിഡിൻ, സിങ്കോണൈൻ, ഇത് മൂന്നും സിങ്കോണയിലുള്ളതാണ്. ഇപ്പിക്കാക്കിൽ വരുന്ന ആൽക്കലോയിഡ് ആണ് എമിറ്റിൻ. സോ എമിറ്റിൻ ഈസ് ദ ആൽക്കലോയിഡ് പ്രസന്റ് ഇൻ ഇപ്പിക്കാക്ക്. ഒപ്പിയത്തിലുള്ളതാണ് മോർഫിൻ, കോഡിൻ, തെബൈൻ ആൻഡ് പെപ്പവറിൻ. ഇത് മൂന്ന് ഒപ്പിയത്തിലുള്ളതാണ്. സെക്കൈലിലുള്ളതാണ് എർഗോട്ടാമെട്രിനും എർഗോട്ടാമൈനും. ഓക്കെ, നെക്സോമിക്ക, സ്ട്രിച്ചിനിൻ ആൻഡ് ബ്രൂസിൻ. കോണിയം, കൊണൈൻ. എക്കോണൈറ്റത്തിലെ അക്കോണൈലിൻ ആൻഡ് ബെൻസൈലോ അക്കോണൈൻ. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം, അക്കോണൈലിനും ബെൻസൈലോ അക്കോണൈനിനുമാണ് അക്കോണൈറ്റത്തിലുള്ളത്. കോൾച്ചിക്കത്തിലുള്ളത് കോൾച്ചിൻ. അപ്പൊ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇപ്പിക്കാക്ക് എമിറ്റിൻ ആണെന്ന് ഓർത്തിരിക്കുക. മോർഫിൻ ഒപ്പിയത്തിലുള്ളതാണ് ഓർത്തിരിക്കുക. കോഡിൻ, തെബൈൻ ഇതെല്ലാം ഒപ്പിയത്തിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എട്രോപ്പിൻ ബെല്ലഡോണയിലുള്ള ഒരു ആൽക്കലോയിഡ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. Then the next one is volatile oils. Volatile oils എന്താണ്? They are the odorous constituents of the plants. They are liquid, they are volatile and they having a characteristic smell. അപ്പോൾ അവ ലിക്വിഡ് ആണ്, അവ വോളറ്റൈൽ ആണ്, അവയ്ക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലും ഉണ്ട്. അതാണ് വോളറ്റൈൽ ഓയിൽസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് മെന്ത പിപ്പറേറ്റ, അത് പെപ്പർമെന്റ് ഓയിൽ. പിന്നെ ക്യാംഫോറയിലുള്ള വോളറ്റൈൽ ഓയിലാണ് ക്യാംഫോറയിലുള്ളത് ക്യാംഫർ. നെക്സ്റ്റ് മസ്കിറ്റിൽ നിന്ന് എടുക്കുന്നതാണ് നട്ട്മെഗ് ഓയിൽ. യൂക്കാലിപ്റ്റസിൽ നിന്ന് എടുക്കുന്ന വോളറ്റൈൽ ഓയിലാണ് യൂക്കാലിപ്റ്റസ് ഓയിൽ. സെൻഡാലം ആൽബത്തിൽ നിന്ന് എടുക്കുന്നതാണ് സാൻഡൽവുഡ് ഓയിൽ. ഓക്കെ, and the next is fixed oil, fats and waxes. Fixed oils, they are the substances of liquid at 15.5 degree to 16.5 degree Celsius. അതായത് ഒരു 15.5 ഡിഗ്രി സെൽഷ്യസ് 16.5 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് ആയിട്ട് നിലകൊള്ളുന്ന സബ്സ്റ്റൻസസിനെയാണ്, അതായത് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഫിക്സഡ് ഓയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ടെമ്പറേച്ചറിൽ ഈ ഒരു ഓയിൽ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫാറ്റ്സ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് റിസിനസ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ എന്ന് നമ്മൾ പറയും, കാസ്റ്റർ ഓയിൽ ഉണ്ടാക്കുന്നത്. ക്രോട്ടൺ ഓയിൽ, ഇറ്റ് ഈസ് ഓൾസോ എ ഫിക്സഡ് ഓയിൽ. ദെൻ ഹിപ്നോകാർപ്പസ്, ഇതാണ് ഹിപ്നോകാർപ്പസ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് ലെജിസ്ലേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലെജിസ്ലേഷൻ. ലെജിസ്ലേഷനിൽ നമുക്ക് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ എപ്പോഴായിരുന്നു? ഏത് ഇയർ ആയിരുന്നു? ആക്ട് എപ്പോഴായിരുന്നു? 1940 ആണ്. റൂൾ എപ്പോഴായിരുന്നു? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ പറയൂ. 1945. അപ്പൊ ആക്ട് ആണെങ്കിലോ? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് 1940. അത് നമുക്ക് ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ ഇമ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെക്ഷൻസ്, അത് പാർട്ട് 4 പറയുന്നത്. അതിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് പാർട്ട് 4 കീഴിൽ 30AA
അതിൽ പറയുന്നതാണ് ഇമ്പോർട്ട് ഓഫ് ന്യൂ ഹോമിയോപ്പതിക് മെഡിസിൻസ്. അതായത് പുതിയതായിട്ട് ഉള്ള ഹോമിയോപ്പതിക് മെഡിസിൻസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് 30A യിലാണ്. 32A നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അത് പാക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ അത് ലേബൽ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് 32A. സോ ഇമ്പോർട്ട് വരുന്നത് പാർട്ട് 4 അതിൽ 2 സെക്ഷൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് 30AA ഡീലിംഗ് വിത്ത് ഇമ്പോർട്ട് ഓഫ് ന്യൂ ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് 32A ഡീലിംഗ് വിത്ത് ദ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ദ ഹോമിയോപ്പതിക് മെഡിസിൻ. Then the next is about sale. ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പാർട്ട് 6A പറയുന്നത്. ഒരു ഹോമിയോപ്പതിക് മെഡിസിൻ നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യണം, അത് പാർട്ട് 6A അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതിന്റെ കീഴിൽ കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് 67A, 67B, 67C. ഈ 3 സെക്ഷനിലും എന്താണ്, അതായത് ഒരു ഡ്രഗ് നമ്മൾ സെല് ചെയ്യുന്നതിന്റെ ലൈസൻസ് ഫോം ചെയ്യുന്നത് ഈ 3 സെക്ഷനാണ്. 67A, 67B, 67C. 67Dയിൽ എന്താ പറയുന്നത്, സെയിൽ അറ്റ് മോർ ദാൻ 1 place. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് സെയിൽ ചെയ്ത അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പാർട്ട് 6A 67Dയിലാണ്. പാർട്ട് 6A 67E ആണ് ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിന്റെ ഡ്യൂറേഷനെ കുറിച്ച് പറയുന്നത്. 67EEയിലാണ്. 67Eയിൽ ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ്, 67EEയിലാണെങ്കിൽ ആ ലൈസൻസിന്റെ ആ സർട്ടിഫിക്കറ്റ് ഓഫ് റിന്യൂവൽ, ആ ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. 67Fൽ എന്താ പറയുന്നത്, കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ലൈസൻസ് ഇൻ ഫോം 20C ഓർ ഫോം 20D ഈസ് ഗ്രാൻഡഡ്. അതായത് ലൈസൻസിന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് 67Fൽ പറയുന്നത്. 67Gയിൽ പറയുന്നത് ലൈസൻസിന് വേണ്ട കണ്ടീഷൻസ്, ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് 67Gയിലാണ്. 67GG എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ് ബൈ ആൻ ആപ്ലിക്കന്റ് ഫോർ ലൈസൻസ് ഓർ എ ലൈസൻസ് ടു ദ ലൈസൻസിങ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ ഒരു 67Gയിലാണ് അഡീഷണൽ ഇൻഫർമേഷൻസിനെ കുറിച്ച്, അതായത് ഒരു ആപ്ലിക്കന്റിന് അയാളുടെ ലൈസൻസിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈസൻസിങ് അതോറിറ്റിക്ക് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളും ഒക്കെ 67GGയിലാണ് വരുന്നത്. 67Hലാണ് നമുക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതും ക്യാൻസലേഷനും ഒക്കെ ഡീൽ ചെയ്യുന്നത് 67Hലാണ്. സെയിൽ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട് 6A ആണ്. അതിൽ ഞാൻ ഈ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 67A, 67B, 67D ആണ് ലൈസൻസ് ടു സെൽ ഡ്രഗ്സ് പറയുന്നത്. 67Eയിൽ ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ്, 67Eയിൽ സർട്ടിഫിക്കറ്റ് ഓഫ് റിന്യൂവൽ, 67Gയിലെ കണ്ടീഷൻസ് ഓഫ് ലൈസൻസ് ആൻഡ് ഓൾസോ 67Hൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസലേഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ദ ലൈസൻസസ്. Then സെയിൽ ഓർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ. അതായത് നമ്മൾ ഒരു സെയിലിന് വേണ്ടിയിട്ട് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻസുമായിട്ട് അതിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നത് പാർട്ട് 7Aയിലാണ്. ഓക്കെ, പാർട്ട് 7Aയിലാണ്. അതിൽ കുറച്ച് കുറച്ച് സെക്ഷൻസ് പറയുന്നുണ്ട്. 85Aയിൽ മാനുഫാക്ചർ ഓഫ് വൺ ഓർ മോർ ദാൻ വൺ സെറ്റ് ഓഫ് പ്രിമൈസസ്. ഓക്കെ, അത് പറയുന്നു. ദെൻ 85Bയിൽ എന്താ പറയുന്നത്, ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പതിക് മെഡിസിൻ. സോ ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പതിക് മെഡിസിൻ പാർട്ട് 6Aയിലെ 85Bയിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. 85Cയിൽ പറയുന്നത് ആപ്ലിക്കേഷൻ ടു മാനുഫാക്ചർ ന്യൂ ഹോമിയോപ്പതിക് മെഡിസിൻ. പുതിയ ഏതെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറയുന്നത് 85C പാർട്ട് 7Aയിലെ 85Cയിലാണ്. 85E ഡീൽസ് വിത്ത് കണ്ടീഷൻസ് ഫോർ ദ ഗ്രാൻഡ് ആൻഡ് റിന്യൂവൽ ഓഫ് എ ലൈസൻസ് ഇൻ ദ ഫോം 25C. ദെൻ 85EA എന്താ പറയുന്നത്, ഇൻസ്പെക്ഷൻ ബിഫോർ ഗ്രാൻഡ് ആൻഡ് റിന്യൂവൽ ഓഫ് ദ ലൈസൻസ്. നമുക്ക് ആ ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ ലൈസൻസിന്റെ റിന്യൂവലും ഒക്കെ പറയുന്നത് പാർട്ട് 7A 85EAയിലാണ്. 85EBയിൽ റിപ്പോർട്ട് ബൈ ഇൻസ്പെക്ടർ, അതായത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടാണ്. 85ECയിൽ ഗ്രാൻഡ് ഓർ റിഫ്യൂസൽ ഓഫ് ലൈസൻസ്. 85EDയിൽ എന്താ പറയുന്നത്,
ഫർദർ ആപ്ലിക്കേഷൻ ആഫ്റ്റർ റിജക്ഷൻ. ഒരിക്കൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ 85EDയിലാണ് പറയുന്നത്. 85EE എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് അപ്പീൽ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 85F എന്താ പറയുന്നത്, ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ്. 85G എന്താ പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് റിന്യൂവൽ. 85H കണ്ടീഷൻസ് ഓഫ് ലൈസൻസ്. 85HH എന്താ പറയുന്നത്, അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ് ബൈ ദ ആപ്ലിക്കൻ ഫോർ ദ ലൈസൻസ് ഓർ ലൈസൻസി ടു ദ ലൈസൻസിംഗ് അതോറിറ്റി. 85I എന്താ പറയുന്നത്, ക്യാൻസലേഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ലൈസൻസസ്. ഓക്കെ, അപ്പൊ മാനുഫാക്ചർ ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് പറയുന്നത് പാർട്ട് 7A ആണ്. അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലാബലിംഗ് ആൻഡ് പേക്കിംഗ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നമ്മൾ എങ്ങനെ ലാബൽ ചെയ്യണം, എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പാർട്ട് 9Aയിലാണ് പറയുന്നത്. 106Aയിൽ പറയുന്നത് മാനർ ഓഫ് ലേബലിംഗ് ഹോമിയോപ്പത്തിക് മെഡിസിൻസിനെ കുറിച്ചാണ്. 106Bയിൽ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അതാണ് 106Bയിൽ പറയുന്നത്. Then next is Medicinal and Toilet Preparation Act വരുന്നത്. That is 1955ലാണ് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് വരുന്നത്. അതിലെന്താ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രഗ്സിൽ ഓപ്പിയം, ആൽക്കഹോള്, ഇന്ത്യൻ ഹെമ്പ് അല്ലെങ്കിൽ മറ്റുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് അതൊന്നും അതിന്റെ കളക്ഷൻ പാടില്ല എന്നുള്ള രീതിയിലാണ് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്. അതായത് അതെല്ലാം നിരോധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് 1955. ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് 1930 ആണ്. ഡേഞ്ചറസ് ഡ്രഗ് റൂൾസ് ആണെങ്കിൽ 1957 ആണ്. അതെന്ന് പറയുന്നത് ഈ മെഡിസിൻസ് കണ്ടെയ്നിങ് ഓപ്പിയം, മോർഫിൻ, പെത്തഡിൻ എക്സെട്ര which are considered addiction, forming dependence producing drugs and regulates their, അതായത് ഈ മുകളിൽ പറഞ്ഞ ഡ്രഗ്സ് എല്ലാം അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. സോ അവ നമ്മൾ എന്താ പറയാ മാനുഫാക്ചർ ചെയ്യുന്നതിലും സെയിൽ ചെയ്യുന്നതിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഡേഞ്ചറസ് ഡ്രഗ് ആക്ടിലും ഡേഞ്ചറസ് ഡ്രഗ് റൂൾസിലും പറയുന്നത്. സോ ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് ഇൻ 1930 ആൻഡ് റൂൾ ഇൻ 1957. മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് ഇൻ 1955. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലെജിസ്ലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ്. നെക്സ്റ്റ് ഈസ് പ്രിസ്ക്രിപ്ഷൻ. സോ വാട്ട് ഈസ് പ്രിസ്ക്രിപ്ഷൻ? പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. പ്രിസ്ക്രിപ്റ്റോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. ദാറ്റ് ഈസ് പ്രീ മീൻസ് ബിഫോർ ആൻഡ് സ്ക്രിപ്റ്റോ മീൻസ് ടു റൈറ്റ്. ഓക്കെ, അപ്പൊ പ്രിസ്ക്രിപ്ഷൻ മീൻസ് ഒരു ലാറ്റിൻ വേർഡ് ആണ്. പ്രിസ്ക്രിപ്ഷൻ ഈസ് എ ലാറ്റിൻ വേർഡ്. And what is the definition of a prescription? It is a written document or order given by the physician to the dispenser. അതായത് ഒരു ഫിസിഷ്യൻ ഒരു ഡിസ്പെൻസർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ എന്തൊക്കെയുണ്ട്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റിക്വയർഡ് മെഡിക്കേഷൻ. ഓക്കെ, ആ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻ അത് ഏത് മോഡ്, എങ്ങനെ അത് എടുക്കണം, അത് ആ വ്യക്തി കഴിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഡിസ്പെൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് ഓർ ഓർഡർ ഗിവൺ ബൈ എ ഫിസിഷ്യൻ ടു ദ ഡിസ്പെൻസർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എ റിക്വയർഡ് മെഡിക്കേഷൻ ആസ് വെൽ ആസ്, അത് കൂടാതെ ഇൻസ്ട്രക്ഷൻ അബൌട്ട് ദ മോഡ് ഓഫ് ഇൻടേക്ക് ഫോർ എ പെർട്ടിക്കുലർ പേഷ്യന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഡിസ്പെൻസർക്ക് മാത്രമല്ല, പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൂടി ഇതിന് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതിൽ ഒരു 4 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് സൂപ്പർസ്ക്രിപ്ഷൻ. സൂപ്പർസ്ക്രിപ്ഷനിൽ എന്താ വരുന്നത്? നെയിം ഓഫ് ദ പേഷ്യന്റ്, ഏജ്, സെക്സ് വിത്ത് അഡ്രസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പം അത് നമ്മൾ പേഷ്യന്റിന്റെ നെയിം എഴുതുന്നതിന് മുമ്പ് 4 എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിക്കും. പിന്നെ RX എന്ന് പറയുന്ന ഒരു വേർഡ്, ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് ജൂപ്പിറ്റർ. RX ഒരു ലാറ്റിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. അത് റെസിപ്പ് എന്ന് പറയുന്ന റെസിപ്പി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് RX വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് സിംബോളിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ജൂപ്പിറ്റർ. ആൻഡ് അതിൽ നമ്മൾ പേഷ്യന്റിന്റെ നെയിം എഴുതുന്നതിന് മുമ്പ് തന്നെ 4 ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി 4 എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ സൂപ്പർസ്ക്രിപ്ഷനിൽ നെയിം ഓഫ് ദ പേഷ്യന്റ്, ഏജ് ഓഫ് ദ പേഷ്യന്റ്, സെക്സ് ഓഫ് ദ പേഷ്യന്റ്, ഓൾസോ പേഷ്യന്റിന്റെ അഡ്രസ്സും ഉൾക്കൊള്ളുന്ന ഒരു സെക്ഷൻ ആണ് സൂപ്പർസ്ക്രിപ്ഷൻ. ഓക്കെ, അതിലാണ് നമ്മൾ RX എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസ്ക്രിപ്ഷൻ. ഇൻസ്ക്രിപ്ഷനിലാണ് നമ്മൾ അപ്പം RX വരെ എഴുതി. അപ്പൊ RX കഴിഞ്ഞ് അടുത്ത് നമ്മൾ എഴുതുന്നത് മെഡിസിനും അതിന്റെ പൊട്ടൻസിയും ആയിരിക്കും, അല്ലെ? സോ അതാണ് ഇൻസ്ക്രിപ്ഷനിൽ വരുന്നത്. സോ നെയിം ഓഫ് ദ റെമഡി, അതിന്റെ പൊട്ടൻസി, അതിന്റെ ക്വാണ്ടിറ്റി, അത് ഏത് പൊട്ടൻസിയിൽ എത്ര നേരം
എത്ര ദിവസം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ക്രിപ്ഷനിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ അത് ഏത് വെഹിക്കിളിലാണ് ഡിസ്പെൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഇൻസ്ക്രിപ്ഷൻ പാർട്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പെൻസർക്കുള്ള ഡയറക്ഷൻ ആണ്. ദെൻ സിഗ്നേച്ചർ പാർട്ടിലേക്ക് വരുമ്പോൾ അത് പേഷ്യന്റിനുള്ള ഡയറക്ഷൻ ആണ്. ഒന്ന് എങ്ങനെ അത് കഴിക്കണം, ഏത് റൂട്ടിൽ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, എന്നിട്ട് എപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം, എന്തൊക്കെ ഡയറ്റ് ആൻഡ് റെജിമെൻ ഫോളോ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സിഗ്നേച്ചർ പാർട്ടിലാണ്. ആൻഡ് ഓൾസോ സിഗ്നേച്ചർ ഓഫ് ദ ഫിസീഷ്യൻ വിത്ത് ഡേറ്റ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ. സിഗ്നേച്ചർ മാത്രം പോരാ, ഡേറ്റും രജിസ്ട്രേഷൻ നമ്പറും വരുന്നതും സിഗ്നേച്ചർ പാർട്ടിലാണെന്നുള്ള കാര്യം ഓർക്കുക. സോ ഒരു പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് 4 പാർട്ടുണ്ട്. സൂപ്പർസ്ക്രിപ്ഷനിൽ നെയിം ഓഫ് ദ പേഷ്യന്റ്, ഏജ്, സെക്സ് വിത്ത് അഡ്രസ് 4 എന്നുള്ള വേർഡ് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെയിം ഓഫ് ദ പേഷ്യന്റിന് മുമ്പ് 4 കാണാം. പിന്നെ RX ഉണ്ടാവും, അത് ഓർക്കുക. അതിനുശേഷം ഇൻസ്ക്രിപ്ഷനിൽ നെയിം ഓഫ് ദ റെമഡി, പൊട്ടൻസി, അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ഓൾസോ നാച്ചർ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ വെഹിക്കിൾ യൂസ്ഡ്. ദെൻ സബ്സ്ക്രിപ്ഷനിൽ ഡിസ്പെൻസർക്കുള്ള ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും ആണ്. ദെൻ സിഗ്നേച്ചർ പാർട്ടിൽ പേഷ്യന്റിനുള്ള ഇൻസ്ട്രക്ഷൻസും ഫിസീഷ്യന്റെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പറുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് കോമൺ പ്രിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള അബ്രിവേഷൻസ് ഒന്ന് നോക്കാം. AC എന്താണ്? AC A.C എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ്? ബിഫോർ ഫുഡ്. ദെൻ അറ്റ് ലിബ് എന്ന് എഴുതി കഴിഞ്ഞാൽ അറ്റ് പ്ലഷർ എന്നാണ് പറയുന്നത്. അറ്റ് അസ് എക്സ്റ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? അറ്റ് അസ് എക്സ്റ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ യൂസ് എന്നാണ്. എക്സ്റ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ യൂസ്, ഫോർ എക്സ്റ്റേണൽ യൂസ് എന്നാണ്. അറ്റ് ഹിബ് എന്ന് എഴുതി കഴിഞ്ഞാൽ ടു ബി അഡ്മിനിസ്റ്റേർഡ്. BD എന്താണ്? B.D എന്ന് എഴുതി കഴിഞ്ഞാൽ BD എന്താണ്? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതാണ്. BD എന്താണ്? പറയൂ, BD എന്താണ്? ട്വൈസ് ഡെയിലി, ഒരു ദിവസം 2 നേരം എന്നുള്ളതാണ് BD. BID-യും അത് തന്നെയാണ്, ട്വൈസ് ഇൻ എ ഡേ. ഓക്കെ, BD എന്ന് പറഞ്ഞാൽ ട്വൈസ് ഡെയിലി ആണ്, അത് ദിവസവും 2 നേരം കഴിക്കുക എന്നുള്ളതും. BID എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 നേരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം രണ്ടിനും 2 തരത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം ദിവസവും 2 നേരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് BD, ഒരു ദിവസം 2 നേരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് BID ആണ്. DOS എന്ന് പറയുന്നത് ഡോസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപ്പിയൻറ്റ് ടു ബി ടേക്കൺ. കോൾ ആംബിൾ എന്ന് ചോദിച്ചാൽ അത് എ ടേബിൾ സ്പൂൺ ഫുൾ ആണ്. ദെൻ കോൾ മെഡ് വന്നാൽ ഡെസേർട്ട് സ്പൂൺ ഫുൾ ആണ്. ദെൻ കോൾ പാർവ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ടീസ്പൂൺ ഫുൾ ആണ്. ദെൻ കൊളയർ എന്ന് പറയുന്നത് ഐ ലോഷൻ ആണ്. ദെൻ കോണ്ട് ഡോട്ട് റം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ദ റെമഡി അല്ലെങ്കിൽ കണ്ടിന്യൂ ദ മെഡിസിൻ. ദെൻ ഡൈബ് ആൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ആൾട്ടർനേറ്റ് ആയിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് AC എന്ന് പറഞ്ഞാൽ ബിഫോർ ഫുഡ് ആണ്. BD ട്വൈസ് ഡെയിലി, BID ട്വൈസ് ഇൻ എ ഡേ. അപ്പം രണ്ടും വ്യത്യാസമുണ്ട്, ഇത് നോക്കുക. ഡോസ് എന്ന് പറയുന്നത് ഡോസിനെ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, ഫ്രീക്വ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻലി. GR എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഗ്രെയിനിനെയാണ് GR എന്ന് നമ്മൾ ഡോട്ട് ചെയ്യുന്നത്. GTT അതെന്താണ്? എ ഡ്രോപ്പ്. അപ്പം നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പം 2 GTT 3 GTT എന്ന് പറയുമ്പോൾ അത് 2 ഡ്രോപ്പ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ദെൻ HSS എന്താണ്? ടു ബി ടേക്കൺ അറ്റ് ബെഡ് ടൈം. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ടു ബി ടേക്കൺ അറ്റ് ബെഡ് ടൈം, അതാണ് HSS എന്ന് പറയുന്നത്. ദെൻ M ഡിനോട്ട്സ് ഫോർ മിക്സ് ആണ് M ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ മിസ്റ്റ് എന്ന് പറയുന്നത് എ മിക്സ്ചർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ N.M എന്ന് എഴുതി കഴിഞ്ഞാൽ നൈറ്റ് ആൻഡ് മോർണിംഗ്. നൊക്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അറ്റ് നൈറ്റ്. OD എന്ന് പറയുന്നത് എവറി ഡേ ആണ് OD എന്ന് പറയുന്നത്. മെയിൻ എന്ന് പറയുന്നത് ഇൻ ദ മോർണിംഗ്. ദെൻ മിൻ എന്ന് പറയുന്നത് എ മിനിം ഒരു മിനിം എന്നുള്ളതാണ് മിൻ എന്ന് പറയുന്നത്. ഓക്കെ, OH എന്ന് പറയുന്നത് എവറി അവർ. അപ്പോൾ OD എന്തായിരുന്നു? എവറി ഡേ. D ഫോർ ഡേ ആൻഡ് OH കണ്ടാൽ എവറി അവർ ആണ്. ദെൻ ഒമ്നും മെയിൻ എന്ന് പറഞ്ഞാൽ എവറി മോർണിംഗ്. അതുപോലെ തന്നെ എവറി നൈറ്റും വരുന്നുണ്ട്. ഏതാണ്? OMN ഡോട്ട് നൊക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എവറി നൈറ്റ് ആണ്. PA എന്താണ്?
പി എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ടു ദ അഫക്റ്റഡ് പാർട്ട്, അഫക്റ്റഡ് പാർട്ടിൽ എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് പി എ. ഓക്കെ, പാർട്ട് അഫക്റ്റഡ്. ഓക്കെ, ടു ദ അഫക്റ്റഡ് പാർട്ട്. Then PC, PC is after food. അപ്പൊ AC before food, PC after food. Okay, then QID എന്താണ്? QID, QID for Q എന്ന് പറയുമ്പോൾ ക്വാർട്ടർ, ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 4 times a day എന്നുള്ളതാണ് QID. SOS എന്താണ്? ഇഫ് നെസസറി, ആവശ്യമാണെങ്കിൽ, ദാറ്റ് ഈസ് SOS. ഓക്കെ, TID ത്രൈസ് ഡെയിലി, ഡെയിലി ദിവസവും 3 നേരം, അതാണ് TID. BID എന്ന് പറയുമ്പോൾ ട്വൈസ് ഡെയിലി. ഓക്കെ, ട്രൈറ്റ്, ദാറ്റ് ട്രൈറ്റുറേറ്റിന്റെ ആണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ദെൻ വാഗ്വൻ, വാഗ്വൻ എന്താണ്? വാഗ്വൻ ഓൺ എംപ്റ്റി സ്റ്റൊമക്, അതാണ് വാഗ്വൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ഫാർമക്കോണമി. വാട്ട് ഈസ് ഫാർമക്കോണമി? ഫാർമക്കോണമി ഡീൽസ് വിത്ത് ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ. നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഫാർമക്കോണമി. വേരിയസ് റൂട്ട് ഉണ്ട്. നമുക്ക് ഓറൽ റൂട്ട് വരാം, ഓൾഫാക്ഷൻ വരാം, ദെൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എപ്പിഡെർമിക് റൂട്ട് ഉണ്ട്, എനപ്പിഡെർമിക് റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഐസ്, ഇയേഴ്സ്, റെക്ടൽ റൂട്ട്, വജൈന, യുറീത്ര, പ്ലാസെന്റൽ റൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ഓഫ് മദർ വഴി വേണമെങ്കിൽ മെഡിസിൻസ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പല മോഡായിട്ട് നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. സോ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ ഫാർമക്കോണമി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് പ്ലാസിബോ? പ്ലാസിബോ എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കലി ആൻഡ് ഫാർമക്കോ ഡൈനാമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമുക്കൊരു ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഇപ്പം കറക്റ്റ് മെഡിസിൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാനുള്ള ടൈം ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്ലാസിബോ ഒക്കെ കൊടുത്തു വിടാം. സോ അത് അപ്പൊ പേഷ്യന്റിന് വിചാരിക്കും മെഡിസിൻ കിട്ടിയെന്ന്, പേഷ്യന്റിന് ഒരു സംതൃപ്തിയും കാണും. നമുക്ക് അവർക്ക് മെഡിസിൻ കൊടുത്തില്ല എന്നുള്ളൊരു ടെൻഷനും വേണ്ട, നമുക്ക് സമയം കിട്ടും അല്ലേ? കറക്റ്റ് മെഡിസിൻ കണ്ടുപിടിക്കാനുള്ളൊരു ടൈം നമ്മൾ എന്നിട്ട് ഫോളോ അപ്പ് പറഞ്ഞു വിടുന്നുണ്ടല്ലോ. അപ്പൊ അവർ ആ ഒരു ഇതിലേക്ക് നമുക്ക് അവരുടെ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് മെഡിസിൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. So it is pharmacological and pharmacodynamically inactive substance administered to a patient during the course of therapy. അതിനൊരു ഡ്രഗ്, അതൊരു ഫാർമക്കോഡൈനാമിക് ആക്ഷൻ അങ്ങനെ വലുതായിട്ടില്ല. സോ സെക്കൻഡ് ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് എപ്പോഴും പ്ലാസിബോ തന്നെയാണ്. നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ അറിയാത്ത സമയത്ത് നമുക്ക് പ്ലാസിബോ കൊടുത്തു വിടാം. ഓക്കെ, സെക്കൻഡ് ബെസ്റ്റ് റെമഡി ഈസ് ദ പ്ലാസിബോ. പ്ലാസിബോനെ ഡിനോട്ട് ചെയ്യുന്ന പല വേർഡ്സ് ഉണ്ട്. ഫൈറ്റം, റൂബ്രം, നിഹിലിനം, ലാക്ടോപ്പൻ, പീപ്പിൾസ്, എസ്എൽ, ഇങ്ങനെ പല വേർഡ്സ്, പല ഇതിലും നമുക്ക് പ്ലാസിബോയിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഫാർമക്കോണമി? ഫാർമക്കോണമി ഈസ് ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ. വേരിയസ് റൂട്ട്സ് ആർ ദയർ. ഓറൽ റൂട്ട്, ഓൾഫാക്ഷൻ മെത്തേഡ് ഉണ്ട്, ആപ്ലിക്കേഷൻ ടു സ്കിൻ, അതുപോലെ തന്നെ എപ്പിഡെർമിക്, അതായത് അൺബ്രോക്കൺ സ്കിന്നിൽ നമുക്ക് ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ, എന്താ പറയാ, ഫ്രിക്ഷൻ വഴിയോ റബ്ബിങ് വഴിയോ അല്ലാണ്ട് നമുക്ക് എന്താ പറയാ സ്കിന്നിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. അതുപോലെ ഐ ലോഷൻ, ഐ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ്, റെക്ടൽ മെത്തേഡിൽ കൊടുക്കാം, വജൈന വഴി കൊടുക്കാം, യുറീത്ര, പ്ലാസെന്റൽ റൂട്ട്, മിൽക്ക് ഓഫ് മദർ, ഇതെല്ലാം വേരിയസ് റൂട്ട് ഓഫ് അഡ്മിനിസ്റ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പ്ലാസെന്റയാണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ബെസ്റ്റ് റെമഡി, സെക്കൻഡ് ബെസ്റ്റ് റെമഡി ആണ്. ആൻഡ് ഓൾസോ സെവറൽ, എന്താ പറയാ, പ്ലാസിബോയ്ക്ക് പല തരത്തിലാണ് പ്ലാസിബോ അറിയപ്പെടുന്നത്. ഫൈറ്റം, അതിന്റെ സിനോണിംസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഫൈറ്റം, റൂബ്രം, നിഹിലിനം, ലാക്ടോപ്പൻ, പീപ്പിൾസ്, എസ്എൽ, ഇതെല്ലാം പ്ലാസിബോയിന്റെ കുറച്ച് എന്താ പറയാ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്.